പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യോഗ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി വീഡിയോസുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആത്മീയ ആചാര്യന്മാരെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ. ഇപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ട് കലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി സീരീസുകൾ, ഇതേപോലെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോസുകൾ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ക്ഷേത്രവാദ്യ കലയുടെ ഒരു വിഭാഗമാണ് ചെണ്ട. നിരവധി വാദ്യ കലകൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചെണ്ട വാദ്യ കലാകാരൻ ഇരിങ്ങപ്പുറം ബാബുആശാനുമായിട്ടൊരു അല്പസമയം ചെലവഴിക്കുന്നതാണ് ഇന്നത്തെ ഒരു ദിവസം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ബാബുആശാനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബാബുആശാന്റെ വീട് ഗുരുവായൂർ അടുത്താണ്, ഇരിങ്ങപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കുട്ടിക്കാലത്ത് ചെണ്ട കുറച്ചു കാലം പഠിച്ചത്, എന്നെ ഒരു തായമ്പയോ കരങ്ങേറ്റം വരെ എത്തിച്ചതൊക്കെ ബാബുആശാനായിരുന്നു. അപ്പൊ ഈ വാദ്യ വിഷയങ്ങള് ആസ്വാദകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്നുകൂടി ജനകീയമാകുന്ന ഒരു കാഴ്ചപ്പ് കാണുന്നുണ്ട്. എവിടെ നോക്കിയാലും ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ പ്രചരിച്ചതിന്റെ ഭാഗമായിട്ട് ചെണ്ട, അതുപോലുള്ള മറ്റുള്ള മേളങ്ങൾ, പഞ്ചവാദ്യങ്ങളൊക്കെ ഒന്നുകൂടി ജനകീയതയൊക്കെ വന്നിട്ടുള്ള അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇത് ആസ്വദിക്കാനും ഇത്തരം വാദ്യകലകളുടെ ശാസ്ത്രീയതയും ആ വാദ്യങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആചാര്യന്മാരോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഇരിങ്ങപ്പുറം ബാബുആശാൻ ഈ ചെണ്ട എന്ന വാദ്യ കലയെ കുറിച്ച്, ചെണ്ടയെ കുറിച്ചും അതിലെ നിരവധി മേളങ്ങള്, അതുപോലെ തായമ്പക, അതുപോലെ തായമ്പകയിൽ നിരവധി തരത്തിലുള്ള കൂറുകള്, അങ്ങനെയൊക്കെ ഓൾറെഡി ഇപ്പൊ തന്നെ അനേകമുണ്ട്. അതുകൂടാതെ ബാബുആശാൻ തന്നെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിരവധി മേളങ്ങള്, അതുപോലെയുള്ള കൂറുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് ഇരിങ്ങപ്പുറം ബാബുആശാൻ. അപ്പൊ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയാണ്. അപ്പൊ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ചാനലിലേക്ക് ക്ഷണിക്കുകയാണ്. ബാബുആശാൻ സ്വയം ആദ്യം ബാബുആശാന്റെ ഒന്ന് പരിചയപ്പെടുത്തല് അതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. ഞാന് എൻ്റെ വീട്ടില് ആരും ഈ വാദ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഇവിടെ ഇരിങ്ങപ്പുറം കൊച്ചനാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ ഊരായ്മയിലുള്ളൊരു ക്ഷേത്രമാണത്. അപ്പൊ അവിടെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഇടയിൽ വാദ്യ വിഷയങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയാണ്. അവിടുത്തെ പാനയും പറയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാരണം കൊണ്ട് ആ വിഷയങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ അവിടെ വെച്ചിട്ട് എന്നെ ചെണ്ട പഠിപ്പിച്ച ഗുരുനാഥൻ, ആദ്യം ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായത്, സൗഹൃദമാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ചോലൂർ മോഹനൻ നായരുടെ അടുത്ത് പറഞ്ഞിട്ട് കൊട്ട് പഠിച്ച് ഫീൽഡിലേക്ക് വരികയാണുണ്ടായത്. ഉദ്ദേശം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ കൊട്ട് പഠിച്ച് രംഗത്ത് ഇറങ്ങി. അന്ന് വാദ്യകലകളിലേക്കൊന്നും അത്ര അധികം ആൾക്കാര് രംഗപ്രവേശം ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നില്ല. ഇന്നത്തെ അത്രയൊന്നും പ്രചാരം അന്ന് വാദ്യ വിഷയങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കല പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നും അന്ന് പ്രതീക്ഷിക്കാത്തൊരു കാലഘട്ടം ആയതുകൊണ്ട് എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും അധികം സപ്പോർട്ടൊന്നും കൊട്ടുപഠിക്കുന്ന വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ സ്വന്തം മോഹം കൊണ്ട് മാത്രം ഞാൻ കൊട്ടുപഠിച്ച് രംഗത്ത് വരും. ഉദ്ദേശം ഒരു 38 കൊല്ലത്തോളമായിട്ട് ഞാൻ ഈ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയും ചെയ്യുകയാണ്. അപ്പോ ചൂലൂർ മോഹന്റെ അടുത്ത്, മോഹനാശാന്റെ അടുത്ത് കൊട്ടു പഠിച്ചതിന് ശേഷം എന്റെ ഉപരിപഠനം എന്ന് പറയുന്നത് കല്ലൂർ രാമൻകുട്ടിമാരാരുടെ അടുത്തായിരുന്നു. ഇന്നത്തെ തായമ്പക ആചാര്യനായിട്ടുള്ള കല്ലൂർ രാമൻകുട്ടിമാരാരുടെ അടുത്താണ് പിന്നെ ഉപരിപഠനം ഉണ്ടായത്. ആ ഉപരിപഠന കാലത്തോട് കൂടിയിട്ടാണ് പിന്നെ എൻ്റെ പ്രവർത്തന മേഖലകൾ കുറച്ചും കൂടി വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഗുരുനാഥന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് ഗുരുനാഥന്റെ കൂടെ അദ്ദേഹത്തിന്റെ തായമ്പയ്ക്ക് താളം പിടിക്കാനും ഒക്കെ ആയിട്ട് കുറെ കാലം അദ്ദേഹത്തിന്റെ കൂടെ നടന്ന സമയത്ത് ഇന്നത്തെ ആചാര്യനായിട്ടുള്ള പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാശാൻ, അതിനു മുമ്പുള്ള മണ്ണറിഞ്ഞു പോയ പല്ലാവൂര് ത്രയങ്ങള്, ശിവരാമപ്പുവാള്, കുഞ്ഞുഷ്ണപ്പുവാള് തുടങ്ങിയുള്ള ആൾക്കാര്, അവരെയൊക്കെ കൂടെ ആശാന്റെ കൂടെ ചെന്നിട്ട് അവരെയൊക്കെ കൂടെ നിന്നിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ, ഒരു
പരിപാടിയുടെ വേദിയെങ്കിലും പങ്കുവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായപ്പോ അവരുടെ ആ ഒരു സമീപന രീതികളും കൊട്ടു രീതികളും അവരുടെ കൊട്ടിനോടുള്ള ഒരു കാഴ്ചപ്പാടുകളും ഒക്കെ നോക്കി കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ കലാജീവിതത്തിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കലാരംഗത്ത് കൂടുതൽ മുന്നോട്ട് പ്രവേശിക്കുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടുള്ള ചില വീട്ടില് ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അച്ഛൻ വയ്യാതിരിക്കുക, അമ്മ വയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളില് ഉദ്ദേശം ഒരു 10-15 വർഷക്കാലം എനിക്ക് സ്ഥിരമായിട്ട് പരിപാടിക്ക് പോകാൻ പറ്റാതെ ഈ ചുറ്റുവട്ടത്തുള്ള ഗുരുവായൂർ കുന്നംകുളം മേഖലകളിൽ മാത്രം പരിപാടിക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടത്തില് എനിക്ക് പരിപാടിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോ ഞാൻ കൊട്ടിനെ പറ്റിയിട്ടും കൊട്ടിന്റെ താളങ്ങളെ പറ്റിയിട്ടും കൂടുതൽ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വാങ്ങി വായിച്ചറിയാനും അതിനെ പഠിക്കാനും ശ്രമിച്ചു. ആ ഒരു പഠനവും ഗുരുനാഥന്മാരുടെ കൂടെയുള്ള ആ കൂടെ നടന്നുകൊണ്ടുള്ള പ്രവൃത്തി പരിചയവുമാണ് ഇന്ന് എന്നെ ഒരു ഇരിങ്ങപ്പുറം ബാബു എന്നുള്ള ഒരു പേര് എനിക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ എന്നെ എത്തിച്ചത്. ഇതാണ് എനിക്ക് കലാജീവിതത്തിൽ എന്തെങ്കിലും ഒരു പേരോ എന്തെങ്കിലും സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലം ഇത് മാത്രമാണ്. എത്ര വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നത്? എന്താ വയസ്സില്? 15ാമത്തെ വയസ്സിലാണ് കൊട്ടു തുടങ്ങിയിട്ടുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ. ഈ ചെണ്ട പഠിക്കണമെങ്കിലേ ഇപ്പൊ ഇത്ര വയസ്സിലെ തുടങ്ങാൻ പാടുള്ള അങ്ങനെ വലുതുണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷേ കുട്ടികള് സാധാരണ ഒരു ശൈശവം വിടുന്നതോട് കൂടിയിട്ട് തന്നെ ഏറ്റവും ഇതായിട്ട് പറയാ കൗമാരപ്രായം കഴിയുന്നതിന് മുമ്പ് കൊട്ടു പഠിക്കുകയാണെങ്കിൽ കൈവഴക്കം ഉണ്ടാവുക ഏറ്റവും നല്ലതാണ്. അതായത് വളർച്ച, ശരീര വളർച്ച ഉണ്ടാവുന്ന ഒരു പ്രായം. ശരീര വളർച്ച ഉണ്ടാവുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ശരീരം ഉറച്ചു തുടങ്ങും. അസ്ഥികൾക്കും പേശികൾക്കൊക്കെ ബലം വന്നു തുടങ്ങും. അതിനു മുമ്പാണെങ്കിൽ കൈ അഴയാൻ, ശരീരം ഫ്ലെക്സിബിൾ ആവാൻ കൂടുതൽ സഹായമുണ്ട്. ആ ഒരു പ്രായം ടീനേജിന്റെ അതെ ഒരു 18-20 വയസ്സിന്റെ ഉള്ളിലുള്ള പ്രായത്തിൽ പഠിക്കുകയാണ് ഏറ്റവും ഉചിതം. അതിനുശേഷം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് സാധകം ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല എന്നല്ല, അവരുടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ ചെറുപ്രായത്തിൽ പഠിക്കുന്നവരെ അപേക്ഷിച്ച് ഇരട്ടി പ്രയത്നം വേണ്ടി വരും. അത്ര എന്റെ അനുഭവത്തിലുള്ളൂ. ഈ ചെണ്ട എന്ന് പറയുന്ന ഇത് മുന്നിൽ കൊട്ടുന്ന ഭാഗത്തിന് അസുരവാദ്യം എന്ന് പറയും, ബാക്കിൽ കൊട്ടുമ്പോ ദേവവാദ്യം എന്ന് പറയും. അതെന്താ കാരണം? അത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാത്ത ആളാണ്. കാരണം ചെണ്ട എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തിന് 2 വശവും, മുൻഭാഗത്ത് കൊട്ടുന്ന ഭാഗത്തിന് ഇടന്തല എന്നാണ് പറയാ, പിന്നീട് താളം പിടിക്കുന്ന ഭാഗത്തിന് വലന്തല എന്നാണ് പറയാ. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. താളം പിടിക്കുന്ന വലന്തല ചെണ്ട എന്ന് പറയുന്നതിന് ശബ്ദം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കൊട്ടുന്ന ഭാഗത്തിന്റെ വലന്തല ഭാഗം, വലന്തല വട്ടത്തിന്, അതായത് അതേ ചെണ്ടയുടെ തന്നെ മറുവശത്തുള്ള വട്ടത്തിന് തോലുകളുടെ അടുക്കുകൾ കൂടുതൽ ഇടുന്ന ഒരു രീതി. ആ വട്ടം പണീനെ പറ്റിയിട്ട് പറയുമ്പോ ആ വിഷയം വ്യക്തമാവും. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം? സുരവാദ്യാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ലേ, അതിന്റെ കാരണം എന്താ? ചെണ്ട തന്നെയാണല്ലോ രണ്ടും. അതെ, ചെണ്ട സാധാരണ രീതിയില് ശബ്ദത്തില് ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു ഉപകരണമാണ് ചെണ്ട. ശബ്ദം ഏറ്റവും ഉച്ചമായിട്ടുള്ള ശബ്ദം ചെണ്ടയും തകിലുമാണ്. ഇപ്പൊ പിന്നെ പുതിയ ഉപകരണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. തമ്പോറ് പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അതിനേക്കാളൊക്കെ അപകടമായിട്ടുള്ള സാധനങ്ങൾ. പക്ഷെ അന്നത്തെ ഇത്രയും ഉച്ചമായിട്ടുള്ള ശബ്ദം കേൾക്കുന്ന ഒരു ഉപകരണമായതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷെ 18 വാദ്യങ്ങൾക്ക് മീതേന്നോ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ ചെണ്ടയെ പറ്റിയിട്ട്. അത് അതിന്റെ ശബ്ദത്തിന്റെ സ്ഥായി വ്യത്യാസം കൊണ്ടാണ് അതിന് ആ ഒരു സ്ഥാനം ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വലന്തല ദേവവാദ്യം എന്ന് പറയാനുള്ള കാരണം സോപാനത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം ചെണ്ടയാണ്. ആ ചെണ്ടയുടെ വലന്തര ഭാഗമാണ് സോപാനത്തേക്ക് ഉപയോഗിക്കുക. അപ്പൊ അതിനെ ഓംകാരം ധ്വനിക്കുന്ന ഒരു സങ്കല്പമാണുള്ളത്. അതുകൊണ്ടായിരിക്കും അതിന് ദേവവാദ്യം എന്ന് പറഞ്ഞത്. ശരിക്കും ഇത്തരം വിഷയങ്ങള് ക്ഷേത്ര ചൈതന്യവും അവിടുത്തെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ?
ക്ഷേത്ര അനുഷ്ഠാന കലകൾ എന്നാണ് അതിനെ പറയാ. ആചാരത്തിലല്ല, അനുഷ്ഠാനം. ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആചാരങ്ങൾക്ക് അനുഷ്ഠാനം നിർബന്ധമല്ല. ആചരിച്ചു വരുന്ന കാര്യങ്ങളാണ് ആചാരം. നിർബന്ധം അല്ലെങ്കിൽ വേണമെങ്കിൽ ആവാം, അങ്ങനെയാണ്. അങ്ങനെയല്ല. ഈ അനുഷ്ഠാന കലകളിൽ തന്നെ ഇപ്പൊ ഈ പൂജകൊട്ട് വിഭാഗത്തില് ഇപ്പൊ പാണി പോലെയുള്ള സംഗതികള് പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന്റെ സന്ദർഭങ്ങളിലൊക്കെ ഈ പാണി പോലെയുള്ള ചില അനുഷ്ഠാന കലകൾ ആവശ്യമാണ്. അത് അവിടുത്തെ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് അത് നിലനിന്ന് പോരുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് സ്ഥിരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ നിത്യപൂജകളിൽ അനുബന്ധിച്ചിട്ട് ഈ അനുഷ്ഠാന കലകൾ നിർബന്ധമുള്ളതല്ല. എന്നാൽ സാധാരണ പറയാ പഞ്ചേന്ദ്രിയങ്ങളെ, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെ എന്താ പറയാ ആസ്വദിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ക്ഷേത്രത്തില് ഉണ്ട് എന്നാണ് പറയാ. അതുകൊണ്ടാണ് പൂജയില് പുഷ്പം, ചന്ദനം തുടങ്ങിയുള്ള സാധനങ്ങള് കണ്ണിന് കുളിർമ കൊടുക്കുന്നത്, ഒരു കോൺസെൻട്രേഷൻ അവിടെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മൂക്കിന്, നാസികയ്ക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗന്ധം. അതിനാണ് ഈ കർപ്പൂരം, അല്ല ചന്ദനത്തിരി, അതുപോലെ ദശാംഗം പോലെയുള്ള സാധനങ്ങള്, ധൂമം, അങ്ങനെയുള്ള ഇതിൽ പെട്ടത് ആണ് ഈ വാദ്യം. ഈ പറഞ്ഞ ശ്രവ്യമായിട്ടുള്ള അനുഭൂതിക്ക് വേണ്ടിയിട്ടാണ് വാദ്യത്തിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ വേറെ ശബ്ദങ്ങളിലേക്ക് പോവാതെ ദേവനില് മാത്രം നിലനിർത്താൻ വേണ്ടിയിട്ടാണോ ആ സമയത്ത് ഈ ശബ്ദം? അല്ല, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരുമിച്ച് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശബ്ദത്തിന്റെ ഭാഗമാണോ വാദ്യ വിഷയങ്ങൾ വരുന്നത്? അതെല്ലോ, ശ്രവ്യകലയാണല്ലോ. ശ്രവ്യകലയായിട്ടാണ്. അപ്പൊ ഇതില് ചെണ്ടക്കയില് ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പൊ മേളങ്ങള്, അതുപോലെ കേളി, കുഴൽപ്പറ്റിന് ചെണ്ട ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തായമ്പകകള്, തായമ്പകയിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാടില്ലേ. അപ്പൊ ഇതിന്റെ ഒരു അനന്തമായിട്ടുള്ള സാധ്യതയുള്ളത് ഈ ചെണ്ടയല്ലേ ശരിക്കും? ഓരോ ഉപകരണങ്ങൾക്കും അനുസരിച്ചിട്ടാണ് കലാരൂപങ്ങള് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ചെണ്ടമേളങ്ങളില് ഒരു തിമിലയോ അല്ലെങ്കിൽ ഒരു മദ്ദളോ ഉപയോഗിച്ചിട്ടില്ല. 5 വാദ്യങ്ങൾ തന്നെയാണ് ചെണ്ടമേളത്തിന് ഉപയോഗിക്കുന്നത്. പാണിയിലാണ് എല്ലാം കൂടി ഉണ്ടാവും. പാണിക്ക് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ. പക്ഷെ അവിടെ ശ്രവ്യകലയല്ല, അത് അനുഷ്ഠാനം മാത്രമാണ്. അതിനെ ആസ്വദിക്കാൻ സാധിക്കില്ല. പാണീനെ ആസ്വദിക്കാൻ സാധിക്കില്ല. അതിനൊരു കണക്കാ. അത് കൃത്യമായിട്ടുള്ള കൈയിന്റെ പ്രയോഗങ്ങള്, അത് വലത് കൈ ഉപയോഗിക്കേണ്ടോർത്ത് വലത് കൈ തന്നെ വേണം, ഇടത് കൈ ഉപയോഗിക്കേണ്ടോർത്ത് ഇടത് കൈ തന്നെ വേണം. ഓരോ കൈകളുടെ ഇടയ്ക്കുള്ള മാത്രകളുടെ സംഖ്യ കൃത്യമായിരിക്കണം, തെറ്റാൻ പാടില്ല. പാണി തെറ്റിയ കോണി എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അതിനൊക്കെ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. മറിച്ച് മേളം, പഞ്ചവാദ്യം തുടങ്ങിയിട്ടുള്ള കലകളിലാണ് വെച്ചാൽ ഇത് ആസ്വാദന കല മാത്രമാണ്. പഞ്ചവാദ്യം, മേളം, അതുപോലെ ആസ്വാദന കലകളാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളില് അതായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അല്ല, ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. തായമ്പകം ഉണ്ടായിട്ടുള്ളത് പൂജകൊട്ടിൽ നിന്നാണ്, മേളം ഉണ്ടായിട്ടുള്ളത് പൂജകൊട്ടിൽ നിന്നാണ്, പഞ്ചവാദ്യം ഉണ്ടായിട്ടുള്ളത് പൂജകൊട്ടിൽ നിന്നാണ്. എല്ലാം പൂജകൊട്ടിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന്റെ വളർച്ചാ സോപാനത്തുനിന്ന്, അനുഷ്ഠാന കലകളിൽ നിന്ന് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അതിന്റെ താളരൂപങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ അകത്തുനിന്ന് തന്നെയാണ്. ആ വാദ്യങ്ങളുടെ മിശ്രണം രൂപപ്പെട്ടു വന്നത് ക്ഷേത്രത്തിനകത്തു നിന്നാണ്. പഞ്ചവാദ്യം പണ്ടത്തെ ഒരു അനുഷ്ഠാന പഞ്ചവാദ്യമായിട്ട് ഒരു സാധനം നിലവിലുണ്ടായിരുന്നു. കഴുത്തില് മദ്ദളിട്ടൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മനുഷ്യരും അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് കലയെ പ്രയോഗിക്കുമ്പോൾ അതിൽ കൂടുതല് ജനങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ടും അല്ലെങ്കിൽ അത് കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായം കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അതിനെ സ്വീകരിക്കപ്പെടും. നേരെ മറിച്ച് ജനങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ
അത് എത്ര പ്രബലമായിട്ടുള്ളതാണെങ്കിലും അത് തിരസ്കരിക്കപ്പെടും. അപ്പൊ നല്ല ഒരുപാട് കാര്യങ്ങള് നമുക്ക് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വാദ്യങ്ങളിൽ തന്നെ ധാരാളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണല്ലോ. നഷ്ടപ്പെട്ടിട്ടുള്ള അങ്ങനെ അത്രയും എന്താണെന്ന് പറയാൻ പറ്റും. അതിന്റെ ഇപ്പൊ അടുത്തുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉത്സവം, ഒരു പൂരം നടക്കുന്നുണ്ടെങ്കിൽ ഈ പഞ്ചവാദ്യം നമ്മൾ രൂപപ്പെട്ടു വന്നത് അന്നമ്മനുടെ പരമേശ്വരന്മാരാരുടെ അന്നമ്മനുടെ ത്രയങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വിപുലമായിട്ടുള്ള പഞ്ചവാദ്യം ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നത്. അന്നത്തെ പഞ്ചവാദ്യം ചിട്ടപ്പെടുത്തിയപ്പോ 1700 ചില്ലാനം അക്ഷരക്കാലമുള്ള ഒരു പതികാലം അന്നമ്മനുടെ ആശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പതികാലം ഉണ്ടായിരുന്നു. അത് പിൽക്കാലത്തേക്ക് അന്നത്തെ പഞ്ചവാദ്യത്തിന്റെ 2ാം കാലത്തിനെ പതികാലാക്കിയിട്ട് തുടങ്ങി കൂട്ടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറി. അപ്പോ അന്ന് 1700 ചില്ലാനം അക്ഷരക്കാലമുള്ള പഞ്ചവാദ്യം എന്തുകൊണ്ട് പിൽക്കാലത്തേക്കുള്ള തലമുറയിലേക്ക് കൈമാറി പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് സൗന്ദര്യം ഇല്ലാത്തൊരു സാധനമായിട്ടല്ല, ആസ്വാദ്യത ഇല്ലാത്തൊരു സാധനമായിട്ടല്ല അത് പിൽക്കാലത്തേക്ക് വരാതിരുന്നത്. 2 കാരണങ്ങളേ അതിനുള്ളൂ. ഒന്ന്, അതിന്റെ പ്രായോക്താവിന് ഈ 1700 ചില്ലാനം അക്ഷരകാലങ്ങളെ കണക്കാക്കിക്കൊണ്ട് അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു വിഷയം. 2ാമത്തെ കാര്യം, പഞ്ചവാദ്യ ആദ്യത്തെ കാലം കൂട്ടിയാലും അവസാനത്തെ കാലം കൂട്ടിയാലും ഒരു സാധാരണ ശ്രോതാവിനെ സംബന്ധിച്ചോളം ഒരുപോലെയാണ്. ഇത് പഞ്ചവാദ്യത്തിന്റെ 1ാം കാലമാണോ ഇനി അവസാനത്തെ കാലമാണോ, ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. ഇത് അറിയാവുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരാണ്. അവരെ കൊണ്ട് മാത്രം ഒരു കലയെ നിലനിർത്താൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തില് അതെല്ലാം നിലനിന്ന് പോന്നിട്ടുമുണ്ട്. അത് പഞ്ചവാദ്യത്തിന്റെ ഒരു പതികാലം ഉദാഹരണമായിട്ട് പറയാം. സമയം എടുക്കുന്നത് കൊണ്ടായിരിക്കും അത് മാറ്റിയിട്ടുണ്ടാവുക. കാരണം ഇപ്പൊ എല്ലാ പഞ്ചവാദ്യങ്ങളിലും പതികാലം തുടങ്ങണില്ലല്ലോ. ഇപ്പൊ സാധാരണ നടക്കുന്ന പൂരങ്ങളിലായാലും ചിലയിടത്ത് 2ാം കാലമായിരിക്കും, ചില സ്ഥലങ്ങളിൽ 3ാം കാലം വെച്ചിട്ട് പഞ്ചവാദ്യം തുടങ്ങുന്നുണ്ടല്ലോ. അല്ല, അത് പണ്ടും അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഉണ്ടായിരുന്നു. മേളങ്ങൾക്കും ഉണ്ട്. സമയത്തിന്റെ നോക്കിയിട്ടായിരിക്കില്ലേ ശരിക്കും. ഇപ്പൊ സമയം ഇപ്പൊ ആദ്യത്തെ ഈ പറഞ്ഞ പതികാലം തുടങ്ങണമെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല. 1 മണിക്കൂറെങ്കിലും അത് വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സദസ്സുകൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഇപ്പൊ തൃശ്ശൂർ പൂരം പോലെയുള്ള 3.5-4 മണിക്കൂർ പഞ്ചവാദ്യം ആവശ്യമുള്ള സ്ഥലത്തും അത് ഉപയോഗിക്കുന്നില്ല. അവിടെയൊക്കെ എന്തായാലും ചെയ്യാവുന്നതാണ്. അവിടെ പോലും അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം അതിന്റെ പ്രായോക്താക്കളുടെ ഒരു വിമുഖത, അത് പ്രയോഗിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടിനെ കണക്കിലെടുത്തിട്ട് അവർ അടുത്ത കാലം മുതൽ തുടങ്ങി എന്നുള്ളതും, ശ്രോതാക്കൾക്ക് അതിനോട് അത്ര വലിയൊരു താല്പര്യം ഇല്ല എന്നുള്ളതും. ശ്രോതാക്കൾ നിർബന്ധമായിട്ട് പറഞ്ഞത് ചെയ്യേണ്ടി വരും. അതിപ്പോ ചെയ്യുന്നുണ്ട്. അന്നമ്മനടയിലെ കൊല്ലത്തിലൊരു ദിവസം ഒരു പഞ്ചവാദ്യം, ഒരു അനുസ്മരണം പഞ്ചവാദ്യം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട്. അതിൽ എത്രത്തോളം കൃത്യതയുണ്ട്, എത്രത്തോളം ശരി തെറ്റുകളുണ്ട്, അതൊക്കെ വേറെ വശം. അതിനൊന്നും വിലയിരുത്താൻ അതിന്റെ ശ്രോതാക്കൾക്കോ സംഘാടകർക്കോ സാധിച്ചിട്ടല്ല അത് ചെയ്യണത്. പക്ഷെ അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു പരിശ്രമം അവിടെ നിലവിലുണ്ട്. ചെണ്ടയിൽ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നേലുണ്ടോ? ചെണ്ടയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാം. പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ പലതും അടുത്ത കാലത്തെങ്ങാനും പുതിയതായിട്ട് വാദ്യങ്ങളുടെ മേളങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അടുത്ത കാലത്തെങ്ങാനും ഒരു 100 വർഷത്തിനുള്ളിൽ? ഏറ്റവും മൂല്യമുള്ളതും പ്രയോഗിക്കാനുള്ള അവസരം വേണ്ട രീതിയിൽ ലഭിക്കാത്തതുമായിട്ടുള്ള ഒരു മേളം എന്ന് പറയാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മലയാളി ചുറ്റപ്പെടുത്തിയിട്ടുള്ള ശ്രുതിപ്പഞ്ചാരി മേളമാണ്. ഒരു സ്ഥലത്തും അത് ഇവിടെ ശ്രുതിപ്പഞ്ചാരി മേളം വേണം എന്ന് ചോദിച്ചിട്ട് ആരും ചെയ്യിക്കണത് എവിടെയും കണ്ടിട്ടില്ല. മട്ടന്നൂരിനെ പഞ്ചവാദ്യം ഏൽപ്പിക്കുക, അല്ല മേള ഏൽപ്പിക്കുക, പഞ്ചാരി മേളം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരെ ഏൽപ്പിക്കുക. ശങ്കരൻകുട്ടിമാരാർക്ക് അത് ശ്രുതിപ്പഞ്ചാരി വേണം തോന്നിയാൽ ശ്രുതിപ്പഞ്ചാരി കൊട്ടാം. ഇനി ശ്രുതിയല്ല മറ്റേ പഞ്ചാരിയായിട്ട് വിളിച്ചു കൂട്ടിയിട്ടുള്ള പഞ്ചാരിയായിട്ടാ കൊട്ടേണ്ടത് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. ബാബുവേട്ട ഇതുപോലെ എന്തോ മേളങ്ങളൊക്കെ സ്വയം അവതരിപ്പിച്ചിട്ടില്ലേ? ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ചെമ്പടപ്പാണ്ടി മേളാണ്. ചെമ്പടപ്പാണ്ടി
മട്ടന്നൂരാസം ശ്രുതി പഞ്ചാരി പഞ്ചാരി മേളം തന്നെ. ആ. അതിന് കുറുമ്പുഴയിലെ കൊമ്പ്, ഇരത്താളം, എടന്തല ചെണ്ട, വലന്തല ചെണ്ട എല്ലാറ്റിനെയും ഏകദേശം ഒരു സ്ഥായിയിലുള്ള ശ്രുതി ചേർക്കാവുന്ന രീതിയിലുള്ള ശബ്ദത്തിന് ഉപകരണങ്ങൾ അതുപോലെ കോർക്കലും ഒക്കെ അങ്ങനെ. ഇത് ഇപ്പോ ബാബാശൻ അവതരിപ്പിച്ചത് ഞാൻ ചെയ്തത് പാണ്ടിമേളത്തിന് താളം മാറ്റിയിട്ട് ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത് ആസ്വാദകർ വീണ്ടും അത് വേണമെന്ന് പറഞ്ഞിട്ട് സമീപിച്ചത് അതുമില്ല. അപ്പൊ ഇപ്പൊ ഈ പാണ്ടിമേളം അതുപോലെ പഞ്ചാരിമേളം ഒഴികെ അത് കൂടാതെ വേറെ കുറെ മേളങ്ങളില്ലേ, എതിരൂപം, മാടം, അങ്ങനത്തെ മേളങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സമീപിച്ചത്? അതിനൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി. ഇപ്പൊ ഞാനൊക്കെ കൊട്ട് പഠിച്ചിറങ്ങുന്ന കാലഘട്ടത്തില് ഈ പഞ്ചാരി മേളവും പാണ്ടിമേളവും കഴിഞ്ഞാൽ മറ്റു മേളങ്ങളൊന്നും അന്ന് ആർക്കും അറിയുമായിരുന്നില്ല. വളരെ അപൂർവ ആൾക്കാർക്കാണ് അന്നത്തെ ബാക്കി മേളങ്ങളെ പറ്റി അറിയാം. അന്നിപ്പോ നമ്മുടെ ഈ ഗുരുവായൂര്, കുന്നംകുളം മേഖലകളിലൊക്കെ പഞ്ചാരി മേളത്തിന്റെ ഒന്നാമത്തെ കാലം അല്ലെങ്കിൽ രണ്ടാമത്തെ കാലം തുടങ്ങി കൊട്ടാവുന്ന ആൾക്കാരെ എന്ന് പറയാൻ ഒന്നോ രണ്ടോ പേരേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചാരി മേളം തന്നെ. പഞ്ചാരി മേളം മാത്രം, ബാക്കി മേളങ്ങളൊന്നും നോക്കണ്ട. പഞ്ചാരി മേളത്തിന്റെ തന്നെ ഒരു 90% കലാകാരന്മാരും പഞ്ചാരി മേളം 3 കാലങ്ങൾ മാത്രമേ തുടങ്ങി പൊട്ടിയിരുന്നുള്ളൂ, അതേ അറിയുമായിരുന്നുള്ളൂ. പാണ്ടിമേളം ഈ കലാകാരന്മാര് തുടങ്ങിയാൽ ഏറി വന്നാൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയത്തിന്റെ ഉള്ളിൽ കഴിയും. അതിന്റെ അപ്പുറത്തേക്ക് അതിനെ വിപുലീകരിച്ച് ആസ്വാദ്യകരമായ രീതിയിൽ വിപുലീകരിക്കുക, സമയെത്തിക്കാൻ പറ്റും. നേരെ മറിച്ച് അത് ആസ്വാദ്യകരമായ രീതിയിൽ വിപുലീകരിച്ചിട്ട് ആ മേളത്തിനെ ശ്രവ്യസുഖത്തോടു കൂടിയിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള കലാകാരന്മാർ അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഇലഞ്ഞിത്തറ മേളം പോലെയൊക്കെ ഇപ്പൊ കൊട്ടുന്നില്ലേ പാണ്ടിമേളം? അതിപ്പോ ഏകദേശം ഒരു കുറെ സമയം കൊട്ടുന്നില്ലേ? എത്ര വർഷമായി ഉണ്ടാവും? പണ്ട് ആദ്യം തൃശ്ശൂർ പൂരത്തില് ഇലഞ്ഞിത്തറ മേളം ഇത്രയും സമയം ഉണ്ടായിരുന്നില്ലേ? അറിയോ അതിനെ കുറിച്ച്? പറയാൻ കഴിയില്ല. ഒരുപാട് പഴക്കമുള്ള ഒരു ചരിത്രമാണ്. അതും ഇതേപോലെ തന്നെ ആയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് കാലം കയറി കഴിഞ്ഞാൽ പിന്നെ വല്ല പിടിച്ചു നിർത്താൻ പറ്റാണ്ടാണോ അത് അവസാനിപ്പിക്കുന്നത്? അങ്ങനെയാണോ? കാലം കയറിയാലും മേളത്തിന്റെ നിയന്ത്രണം, അതായത് ഈ മേള പ്രമാണം എന്ന് പറയുന്നത് ഒരു മേളത്തിന്റെ ഒരു നായകനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതി അല്ല. മേളപ്രമാണി ഒരു 100-101 ആളുടെ മേളം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും നടുക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി മേളപ്രമാണിയും ബാക്കി 100 പേര് സഹകലാകാരന്മാരുമാണ്. ഈ 101-ത്തെ ഒന്നാമത്തെ ആളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലയല്ല മേളം. അയാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി 100 പേരും ആ മേളത്തിന് ഇത് ഇലഞ്ഞിത്തറ മേളാണ്, 4.5 മണിക്കൂർ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ആ അടക്കും ചിട്ടയും അതിനോടുള്ള സമീപനവും ഒക്കെ എല്ലാ കലാകാരന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ ഒരു മേളത്തിന് 1 മണിക്കൂർ വേണ്ട ഒരു മേളം അത് 2 മണിക്കൂർ ആക്കണമെങ്കിൽ അതിനെ എങ്ങനെ വിപുലീകരിക്കണം? അതിന്റെ കലാശങ്ങളുടെ വർധനവ്, അതിന്റെ താളവട്ടങ്ങളുടെ വർധനവ്, ഇത് 3 മണിക്കൂറോ 4 മണിക്കൂറോ ആക്കണമെങ്കിൽ എങ്ങനെ വേണം? ഈ വക കാര്യങ്ങളും കൂടി അറിവുള്ള ആൾക്കാരാണ് യഥാർത്ഥ കലാകാരന്മാർ. ബാക്കിയുള്ളവരൊക്കെ സഹകലാകാരന്മാരായിട്ട് നിൽക്കാനേ പറ്റും. നേരെ മറിച്ച് എലഞ്ഞിത്തറ മേളം പോലെയുള്ള മേളങ്ങൾക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കലാകാരന്മാരെയാണ് എടുക്കുക. അവിടെ മുമ്പിൽ ഒരു 15 ചെണ്ട കൊട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് മുഴുവൻ പറയാൻ കഴിയില്ല. ഒരു 15 ചെണ്ട മുമ്പിൽ കൊട്ടുന്നുണ്ടെങ്കിൽ ഈ 15 പേരും ഒരു 4 മണിക്കൂർ മേളമാണ് ഈ കൊട്ടാൻ പോണത്. അതിന് ഇന്ന രീതിയിലുള്ള ഒരു കണക്കായിരിക്കും കലാശത്തിന്റെ കാര്യത്തിലും താളോട്ടത്തിന്റെ കാര്യത്തിലും ഇന്ന രീതിയിലായിരിക്കും അതിന്റെ ഒരു ഗണിതം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കലാകാരന്മാരായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഉള്ള കലാകാരന്മാർക്ക് അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഓരോ വർഷവും എലഞ്ഞിത്തറ മേളങ്ങളിൽ പുതിയ കലാകാരന്മാർ വരുന്നു. പഴയ കഴിവും പ്രസക്തിയുള്ള കലാകാരന്മാരെ ഒഴിവാക്കപ്പെടുന്നു. ഇത് രണ്ടും നമ്മൾ വർഷാവർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പൊതുവെ ആസ്വാദകര് ഭയങ്കര ആവേശത്തിലാണല്ലോ. ആസ്വാദകരുടെ ആവേശത്തിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ
ഒരു കാലഘട്ടത്തിലെ വാദ്യകലകള് ഇപ്പൊ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ക്ഷേത്രത്തിനകത്ത് ഒരു ഉത്സവത്തിന് ക്ഷേത്രത്തിനകത്ത് മാത്രം നടക്കുന്ന മേളങ്ങള്, അത് ചെമ്പട വർഗ മേളങ്ങള് അല്ലെങ്കിൽ പഞ്ചാരി വർഗ മേളങ്ങൾ എന്നൊക്കെയാണ് അന്ന് പറയാ. ഉത്സവ മേളങ്ങള്, ഞാൻ അങ്ങനെയാണ് അതിനെ സംബോധന ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഉത്സവ മേളങ്ങളില് അകത്തു കൊട്ടുന്ന മേളങ്ങളും പുറത്തു കൊട്ടുന്ന മേളങ്ങളും ഉണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിന് അകത്തു കൊട്ടുന്ന മേളങ്ങളാണ് പഞ്ചാരി, ചെമ്പ, ചെമ്പട, അഞ്ചടന്ത, അടന്ത, ധ്രുവം, 6 മേളങ്ങൾ. അതിനെയാണ് സാധാരണയായിട്ട് ഉത്സവ മേളങ്ങൾ എന്ന് പറയാം. ഈ മേളങ്ങള് ക്ഷേത്രത്തിനകത്ത് ചെല്ലുന്നവർക്ക് മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. പുറത്തത് സാധാരണയായിട്ട് പതിവില്ല. പുറത്ത് അവതരിപ്പിക്കുന്ന മേളം പാണ്ടി അല്ലെങ്കിൽ ത്രിപുട. ഇതാണ് പുറത്ത്. രണ്ടും അമ്പലത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? പാടില്ല എന്നത് കാലക്രമേണ വന്ന നിയമവും. എന്തായിരുന്നു അത്? കാരണം പൂജകൊട്ടിന് ഉപയോഗിക്കുന്ന താളാണ് ത്രിപുട. ക്ഷേത്രത്തിനകത്ത് ത്രിപുട താളത്തിന് അയിത്തം കൽപ്പിച്ചിട്ടില്ല. അപ്പോഴും പഞ്ചാരിയൊക്കെ കൊട്ടി അല്ലെങ്കിൽ ത്രിപുടയൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് കിടക്കല്ലേ ചെയ്യുന്നത്? പുറത്തേക്ക് കിടന്നിട്ട് ത്രിപുടയൊക്കെ ഉള്ളിൽ തന്നെ അല്ല, പൂജകൊട്ടിനകത്ത് അല്ല, മേളം കൊട്ടുമ്പോ പാണ്ടിയാണ് തുടങ്ങുക. അകത്തുനിന്ന് ചെമ്പട കൊട്ടിയിലാണ് പുറത്തേക്ക് വരിക. അകത്തുനിന്ന് ചെമ്പട കൊട്ടി പുറത്തു വന്ന് പുറത്ത് ഇപ്പൊ ആറാട്ടോ പള്ളിവേട്ടയോ എന്താ ഉള്ളത് വെച്ചാൽ അതിന്റെ ആ ചടങ്ങുകളുടെ ആവശ്യാനുസരണമാണ് ഈ കുട്ടി വരല്. ഇപ്പൊ പള്ളിവേട്ടയാണെങ്കിൽ അകത്തുനിന്ന് എഴുന്നള്ളിച്ചു വരുമ്പോ നിശബ്ദമായിട്ടാണ് വരിക. കാരണം ഭഗവാനെ കാട്ടിലേക്കാണ് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്, വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പൊ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ വന്യമൃഗങ്ങള് ഓടിപ്പോവും. അപ്പൊ അകത്തുനിന്ന് പുറത്തേക്ക് വരിക നിശബ്ദമായിട്ടാണ്. ബാക്കിയുള്ള എഴുന്നള്ളിപ്പുകളിൽ ക്ഷേത്രത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒരു 90% ചെമ്പട മേളത്തിലാണ് എഴുന്നള്ളിച്ചു വരിക. എന്താ ഈ പാണ്ഡ്യം ഇതും ഉള്ളിൽ കൊട്ടാൻ പാടില്ല എന്ന് പറയാൻ കാരണം? അല്ല, അതിനൊരു കാരണം ഇല്ലാന്നാ ഞാൻ പറയണത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞു വന്ന സംഗതി. ത്രിപുട പാണ്ടി പുറത്തു കൊട്ടിയാൽ ആ പാണ്ടിയുടെ ത്രിപുട അടുത്ത കാലത്തില്, അതായത് 7 അക്ഷരകാലത്തിലുള്ള ഒരു ത്രിപുട താളത്തിലാണ് പാണ്ടി നിലവിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കലാശിച്ച് അതിന്റെ അടുത്ത കാലത്തിലേക്ക് 3.5 അക്ഷരത്തിലേക്കുള്ള ഒരു ത്രിപുടയിലേക്ക് കടന്നാൽ ആ ത്രിപുടയും കൊണ്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നത്. അപ്പൊ ആ താളത്തിന് അശുദ്ധി പറഞ്ഞിട്ടില്ല. ഈ പാണ്ടിമേളം, അതുവരെ പാണ്ടിമേളം കൊട്ടിയ എല്ലാ ഉപകരണങ്ങളും ക്ഷേത്രത്തിനകത്തേക്ക് ത്രിപുടയും കൊണ്ട് കയറുന്നുണ്ട്. അപ്പൊ ആ ഉപകരണങ്ങൾക്കും അശുദ്ധി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ആർക്കാ പറഞ്ഞിട്ടുള്ളത്? ഇത് പറഞ്ഞിട്ടുള്ളത് ഇത് കൽപ്പിക്കാൻ കഴിവുള്ളവര് കൽപ്പിച്ചു. പഴയ കാലത്ത് പാണ്ടി അകത്ത് കൊട്ടാൻ പാടില്ല എന്ന് പണ്ടുള്ള ചില പ്രമാണിമാര് പറഞ്ഞു. എന്താ അതിന്റെ ഒരു വ്യക്തതയൊന്നുമില്ല, ഒരു നിയമമില്ല. കാരണം നിയമം ഉണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എടന്തല മേളം കൊട്ടുന്ന ഭാഗം അസുരവാദ്യാണ്, താളം പിടിക്കുന്ന ഭാഗം ദേവവാദ്യാണ്. ഇത് രണ്ടും സോപാനത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ നിയമം? അസുരനെ സോപാനത്തേക്ക് കൊണ്ടുപോകാൻ പാടുണ്ടോ? വെറുതെ ഓരോ കാലഘട്ടങ്ങളിലും അതിന്റെ ഒരു പക്ഷേ ശബ്ദത്തിനെ വിലയിരുത്തിയിട്ടാവാം. പാണ്ഡ്യ ഒരു രൗദ്രം രൗദ്രഭാവമുണ്ട്. അപ്പൊ അവിടെ ക്ഷേത്രത്തിനകത്ത് എപ്പോഴും ഒരു കാമൻ കൊയ്റ്റാവേണ്ട, അതുകൊണ്ടായിരിക്കും. പക്ഷെ അതും മുഴുവൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മള് പുറത്ത് കേൾക്കുന്ന പഞ്ചാരി മേളത്തിന്റെ അത്രയുള്ള ഒരു രൗദ്രത പാണ്ഡ്യമേളത്തിന് ഇല്ലാന്നാ ഞാൻ പറയാം. ഇന്നത്തെ കാലഘട്ടത്തില് ഒരു പൂരം നടക്കുമ്പോ ആ പൂരപ്പറമ്പിൽ കേൾക്കുന്ന പഞ്ചാരി മേളത്തിന്റെ അവസാനത്തെ ഒരു കാലത്തിന്റെ അത്ര ഭംഗിയായിട്ട് പാണ്ഡ്യനെ അവതരിപ്പിക്കാൻ സാധിക്കില്ല. അത്ര അപകടമായിട്ട് ആ പഞ്ചാരി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ 5ാം കാലത്തിൽ കാണിക്കുന്നത്, അതിനെ ആശാൻ ഏത് രീതിയിലാണ് കാണുന്നത്? ഞാനത് ആസ്വാദകർക്ക് എങ്ങനെയാണോ ആവശ്യം അതുപോലെ പ്രയോഗിക്കാം എന്നുള്ള ഒരു പക്ഷക്കാരനാണ്. കലകളെല്ലാം നമ്മളെ വിളിച്ചു കൂട്ടുന്ന ആസ്വാദകർക്ക്, നമ്മളുടെ സംഘാടകർക്ക്, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയാണ് നമ്മൾ കലകൾ അവതരിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നാളെ എന്നെ വിളിക്കില്ല, അത്രേ ഉള്ളൂ. വേറെ ഒരു
മേളത്തിന്റെ ഇടയിൽ അങ്ങനെ ചെയ്യുന്നതില് യാതൊരുവിധ തെറ്റുമില്ല. മേളത്തിന്റെ ഇടയില് ചെയ്യുമ്പോ താളത്തിനെ ലംഘിച്ചു പോകരുത് എന്നുള്ളൊരു വിഷയം, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ചില ആളുകള് ഇത് കൂടുതൽ ആസ്വാദകർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഈ വാദ്യകലയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന പോലെ ഉണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് ഞാൻ അടുത്തൊരാളെ പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് ഇന്ന ആളുടെ ശിഷ്യനാണെന്ന് പറയണ്ട, ആളെന്ന് വാദ്യലോകത്തിൽ എല്ലാവരും ഇതിങ്ങനെ കൂടുതൽ കൊട്ടണ കാരണം പേര് ഞാൻ പറയണില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്തായിരിക്കും കാരണം? അത് ഇപ്പൊ പ്രമോദിന്റെ കാഴ്ചപ്പാടാവില്ല എന്റെ കാഴ്ചപ്പാട്. ഇപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് കൊട്ടുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗങ്ങളിലത്തെ മേളത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം ആണ് തൃശ്ശൂർ എന്നാണ് വെപ്പ്. അതും പൂർണ്ണമായിട്ട് എനിക്ക് സ്വീകാര്യമല്ല. കാരണം എന്താ വെച്ചാൽ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തില് മേളങ്ങൾക്ക് പ്രാധാന്യം ഉണ്ട്. കണ്ണൂരൊക്കെ എല്ലായിടത്തും ഉണ്ട്. വടക്കൻ ജില്ലകളില് വരുന്ന ഒരു മേള രീതിയല്ല മധ്യ കേരളത്തിലുള്ളത്. മധ്യ കേരളത്തിലത്തെ ഒരു സമ്മേളന രീതിയല്ല തെക്കൻ കേരളത്തിലുള്ളത്. പല സ്ഥലങ്ങളിലും പലതരത്തിലാണ് മേളങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ ആറാട്ടുപുഴ, തൃശ്ശൂര് തുടങ്ങിയിട്ടുള്ള ചില പ്രഗത്ഭമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളുടെ പൂരങ്ങളെ അങ്ങോട്ട് അതിന്റെ പ്രശസ്തി കൊണ്ട് മേളം തൃശ്ശൂരിന്റെ ഒരു സ്വന്തം എന്നുള്ള രീതിയിലേക്ക് മാറിയതാണ്. അതെ, അതിനെ നിഷേധിക്കണില്ല. ആസ്വാദകരും കൂടുതൽ ഇവിടെയാണ്. മറിച്ച് ഞാനിപ്പോ ഇത് പറഞ്ഞു വന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിനൊരു പാണ്ടി മേളം കൊട്ടിയിട്ട് കലാശിക്കുമ്പോ, അത് മേളം കഴിയുമ്പോ സാധാരണ ഇപ്പൊ നമ്മുടെ ഈ കുന്നംകുളം ഭാഗത്തുള്ള ഒരു പാണ്ടി മേളം ഇപ്പൊ ഒരു മണിക്കൂറിന്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു പാണ്ടി മേളം തുടങ്ങുന്ന അത്രയും കാലാണ് കാലപ്രമാണം, കാലവിളംബം എന്നൊക്കെ പറയുമല്ലോ, താളത്തിന്റെ അകലം, അത്രയും അകലെ അവിടെ ആവശ്യമുള്ളൂ. അവിടെ എങ്ങനെ അവിടെ ഒരു മധ്യമകാലത്ത് നിന്ന് അങ്ങോട്ട് വിട്ടാൽ അപ്പൊ മേളം കഴിയണം എന്നാണ്. പാണ്ടിമേള ആയാലും പഞ്ചാരി മേള ആയാലും അതിനൊരു ഒരു പരിധിക്ക് അപ്പുറം സ്പീഡ് കൂടാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി. അത് അവിടെയുള്ളതാ, തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു നിയമമാണത്. അവിടെ അതിൽ കൂടുതലായാൽ അത് മോശമായി എന്ന് പറയുന്ന ഓഡിയൻസും ഉണ്ട്. ആസ്വദിക്കാൻ കഴിവുള്ളവർ അങ്ങനെയുള്ളവരുണ്ട്. അതിനെ ആസ്വദിക്കുന്ന പഴയ ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പോ നേരെ മറിച്ച് ഇങ്ങോട്ട് കുന്നോളം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ മേളം കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പൊ എന്ത് വരുന്നു? തൃശ്ശൂർ ഭാഗത്ത് മേളം കൊട്ടി പരിചയിച്ച കലാകാരന്മാരെ കുന്നോളം ഭാഗത്തുള്ള മേളം അത് ആ പൂരപ്പറമ്പിലെ മേളാണെന്ന് പറയും. അവർക്ക് അതൊരു പുച്ഛാണ്. ഇവിടെയുള്ളവരെ തൃശ്ശൂർക്കാരനെ മേളം കെട്ട എന്ത് മേളകളോ കൊട്ടണ തിരിച്ചും പറയും. ഇവിടെ കുന്നംകുളം തൃശ്ശൂരും തമ്മിൽ അത്രയും അന്തരമുണ്ട്. വടക്ക് തെക്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗമല്ല, അല്ല ഒരു ജില്ലയിൽ തന്നെ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതെ. അപ്പൊ അതില് ആ വ്യത്യാസങ്ങള്, പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു ആസ്വാദകരനോ സാധിക്കണില്ല. അതിനുള്ള മാനസിക വികാസം അയാൾക്ക് ഇല്ല എന്നാണ് ഞാൻ പറയാ. അതുകൊണ്ടാണ് ഒരു കലാകാരനെ അയാളുടെ പ്രവൃത്തി കൊണ്ട് അയാളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയണത് എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. ഇനി വേറൊന്നും കൂടി എന്റെ കൂട്ടത്തിൽ പറയാം. നേരത്തെ പറഞ്ഞ താളത്തിനെ ലംഘിക്കല്. താളത്തിനെ ലംഘിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില താള നിയമങ്ങള് പാലിക്കപ്പെടേണ്ട കുറെ നിയമങ്ങൾ താളത്തിനെ സംബന്ധിച്ചുണ്ട്. ഇതിനെ പറ്റി ഒരു 90% കലാകാരന്മാരും പ്രബുദ്ധരല്ല. എന്നാൽ ചിലതൊക്കെ ഇതായിട്ടുള്ള ചില അറിവുകളുണ്ട്. അപ്പൊ ഈ അറിവുകളൊക്കെ ഞാൻ കേട്ടതൊക്കെ ശരിയാണ് എന്നൊരു ധാരണ എന്റെ മനസ്സിലുണ്ടാവുക. അപ്പൊ ഞാൻ പറയണു, എന്റെ ധാരണയ്ക്ക് വിപരീതമായിട്ട് പ്രമോദ് ഒരു കാര്യം ചെയ്യുന്ന കണ്ടാൽ എന്താ അയാൾ അങ്ങനെ ചെയ്യാൻ കാരണം, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ എനിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പ്രമോദിനെ വിളിച്ചിട്ട് അയാൾ വിളിക്കണ്ട ഞാൻ പറയും. അത് എന്റെ കാരണം എന്റെ ധാരണയുടെ കുഴപ്പാ.
അടിസ്ഥാനമായിട്ട് അതിന് യാതൊരുവിധ ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പറയില്ല. അത് ശരി. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ്. പിന്നെ മറ്റുള്ള വാദ്യകലകൾ ഉണ്ടല്ലോ, ഇപ്പൊ മൃദംഗം അല്ലെങ്കിൽ തബല, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളിലൊന്നും ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അത്ര വലിയ പ്രസക്തി ഇല്ലാതെ തോന്നുന്നു. ഈ ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ ചെണ്ട അല്ലെങ്കിൽ തിമല, ഇടയ്ക്ക, അങ്ങനെയുള്ളതിനൊക്കെ ജാതി വേർതിരിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ഈ ഒരു ആധുനിക കാലഘട്ടത്തിലും അങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? അത് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ടോ? എന്റെ ഒരു അഭിപ്രായത്തിൽ അത് പൂർണ്ണമായിട്ട് മാറാൻ വിഷമാണെന്നാണ് ഞാൻ പറയാം. പൂർണ്ണമായിട്ട് മാറാൻ വിഷമാണെന്ന് പറഞ്ഞാൽ നമ്മള് ഭൂമിയിലുള്ള ഓരോ ജീവികളെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കൂ. കയറിടാതെ വളർത്തുന്ന പശു, ആട് തുടങ്ങിയിട്ടുള്ള ജീവികൾ കയറിട്ട് ബന്ധിച്ചാൽ അവർക്ക് സാധിക്കില്ല. ബന്ധിച്ചിട്ടില്ലെങ്കിൽ അവറ്റ കൂട്ടായിട്ടാണ് ജീവിക്കുന്നുണ്ടാവുക. ആട് ഒറ്റയ്ക്ക് ഒരാടല്ല ഉണ്ടാവുക, ഒരു കൂട്ടാട്, ഒരു 5-10 ആടെങ്കിലും ഒരു കൂട്ടായിട്ടാണ് അവർക്ക് ജീവിക്കാൻ താല്പര്യം. അങ്ങനെ സമൂഹങ്ങളായിട്ട് ജീവിക്കുന്ന ജീവികളാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ. മൃഗങ്ങളായാലും മനുഷ്യനായാലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ വളരെ അത് അവരങ്ങനെ മാറി വരുന്നതാണ്. അങ്ങനെ ഒരു കൂട്ടം അതുണ്ട്. അതെല്ലാ ജീവികളിലും ഉണ്ട്. ഒറ്റയാൻ, ആനകളിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആനകളുണ്ട്. നേരെ മറിച്ച് പൊതു സ്വഭാവം മനുഷ്യന് കൂട്ടം കൂടി ജീവിക്കലാണ്. ആ കൂട്ടത്തിന് അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ജാതി സമ്പ്രദായം വന്നത് തന്നെ. അതെല്ലോ, അതിൽ തന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ ഒരാളുടെ ആധിപത്യം ഉണ്ടാവും, ഒരു വ്യക്തിയുടെ ആധിപത്യം അതിലുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു വീട് എടുത്തു നോക്കിയാൽ പ്രമോദിന്റെ വീട്ടില് പ്രമോദും പ്രമോദിന്റെ ഭാര്യയും മക്കളും മിക്കവാറും അത് ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അടിച്ചേൽപ്പിക്കണതാവില്ല. ഒരു 90% കാര്യങ്ങളും പ്രമോദിന്റെ ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ നമുക്ക് ആ കാര്യം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇന്ന് പ്രമോദിന്റെ ഭാര്യയോട് പ്രമോദ് പറഞ്ഞാൽ അല്ലെങ്കിൽ മക്കളോട് പ്രമോദ് പറഞ്ഞാൽ മിക്കവാറും അവരതനുസരിക്കുകയാണ് ചെയ്യുക. അത് നമ്മള് ആ കുടുംബനാഥനാണ്, കുടുംബത്തിന് ആ ഒരു സ്ഥാനം അത് ജാതിയുടെ ഇതിലുണ്ടോ? അത് വരാൻ അത് കാരണമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു മേധാവിത്വം ഇത് ഒരു വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്, വളരെ വിവാദപരമാവുന്ന ഒരു പ്രശ്നമാണ്, വളരെ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനിതിപ്പോ കുറച്ചു കാലം അഭ്യസിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ചത് ഈ ഇടയ്ക്ക, തിമില അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനം. അപ്പൊ ഇതിന് ജാതി വേർതിരിച്ച് ചില ക്ഷേത്രങ്ങളിൽ കൊട്ടാൻ പറ്റില്ല. ഇപ്പൊ ഗുരുവായൂർ അമ്പലം പോലുള്ള അമ്പലത്തിന്റെ ഉള്ളില് എനിക്ക് വേണമെങ്കിൽ എലത്താളം എടുത്തിട്ട് വന്നോളാൻ പറഞ്ഞു മതി, അല്ലെങ്കിൽ മദ്ദളം എനിക്ക് ഉപയോഗിക്കാം. ജാതി തിരിച്ചിട്ടാണ് കൊമ്പ് ഉപയോഗിക്കാം. മറ്റുള്ള ഒരു ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അമ്പലവാസികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനത് പല ആളുകളോട് പറയുമ്പോൾ, എന്റെ സുഹൃത്തുക്കളോട്, വാദ്യ സുഹൃത്തുക്കളല്ല പറയാം, ഞാൻ മണപ്പുറത്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ പല ആളുകളോടും പറയുന്ന സമയത്ത് ഒരിക്കലും അവർ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കണേ ഇല്ല. അല്ല, അതിന്റെ കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞു, ഈ ആധിപത്യമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇനിയും തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. തുടരും തന്നെ ഞാൻ പറയാം. അതൊരു പക്ഷെ ഇന്ന് കാണുന്ന ജാതി ആവില്ല, അന്നത്തെ ജാതി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ആധിപത്യം അവിടെ ഉണ്ടാവും. ഈ ആധിപത്യത്തിന് എന്താണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സോഴ്സ്, അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമോദിന്റെ വീട്ടിലത്തെ ആധിപത്യം നിലനിർത്തി പോരുന്നത് പ്രമോദിന്റെ ഗൃഹനാഥൻ എന്നുള്ള സ്ഥാനം കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ ആ കുടുംബം നോക്കാത്തൊരവസ്ഥയും വേറെ രീതിയിൽ പോണെച്ചാൽ അവിടെ ആയുധത്തും പോവും. പ്രമോദനാവില്ല ചിലപ്പോ. വാദ്യ വിഭാഗത്തില് തൊഴില് അടിസ്ഥാനമാക്കിയ തൊഴിലില് കേമത്തം വന്നാലും അംഗീകരിക്കുന്നില്ല. ഈ ജാതിയുടെ മുകളില് ഉള്ള ഒരു അവിടെ അധികാരം ഉണ്ടെന്ന് ഞാൻ പറയണ. അവിടെ അധികാരം അതിന്റെ ഒരു ഘടകമാണ്. അതെല്ലേ? അധികാരം ഒരു ഘടകമാണെന്ന് പറയാൻ കാരണം ഇപ്പൊ ഇന്നത്തെ ഗുരുവായൂർ അമ്പലത്തിന്റെ സ്ഥിതി ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇന്ന് ഗുരുവായൂർ അമ്പലത്തില് സോപാനത്ത് വരെ അന്നത്തെ പഴയ കാലഘട്ടങ്ങളില് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം പോലും നിഷിദ്ധമായിട്ടുള്ള ആൾക്കാർ ഇന്ന് സോപാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാദ്യകലകളില്, കലാരൂപങ്ങളില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോപാനത്തെ മാറ്റാണ്. പക്ഷേ ഞാൻ ഈ ആധിപത്യത്തിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം അത് എടുത്തു പറഞ്ഞതാ.
എന്തുകൊണ്ട് ഇന്നും മേളത്തിലും പഞ്ചവായത്തിനും മറ്റു സമുദായങ്ങൾക്ക് അനുമതി കൊടുത്തിട്ടില്ല? അല്ല, കാലക്രമേണ മാറുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാലക്രമേണ മാറും. പക്ഷെ മാറുമ്പോ എന്ത് വരും വെച്ചാൽ വേറൊരു തരത്തിലുള്ള ആധിപത്യം അവിടെ വരും. ശരി, ഓക്കെ. ജാതി ആവില്ല. നായരും നമ്പൂരിയും നായാടിയും മേനോനും ക്ഷത്രിയനും ശൂദ്രനൊന്നും ആവില്ല. വേറൊരു തരത്തിലുള്ള ഒരു ആധിപത്യം അവിടെ വരും. എന്നും ഒരു ആധിപത്യം അതുണ്ടായിരിക്കും. അപ്പോ മറ്റുള്ള അമ്പലവാസികളല്ലാത്ത വിഭാഗത്തിലുള്ള ആളുകൾ, ഇപ്പൊ നായന്മാര് തുടങ്ങിയിട്ടുള്ള ആളുകള് ഇത്തരം വിദ്യകള് പഠിച്ചിട്ട് നല്ല കഴിവുള്ള ആളുകൾ തന്നെ ഈ ജാതിയുടെ മുകളിൽ മാത്രം അത് നീ എടുക്കണ്ട, ഇന്നത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള പല കലാകാരന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു നിഷേധത്വല്ലേ, അത് അവിടെ ഒരു ആധിപത്യം വരില്ലേ അവിടെ. ആ ആധിപത്യം ഉണ്ടായതിന്റെ കാരണം നമുക്ക് ആഗ്രഹമുള്ള ഒരു വിദ്യ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് മാറ്റി ജാതിയുടെ ഒറ്റ ഇതിന്റെ മുകളിൽ സാധനം മാറ്റി പിടിക്കുകയാണ് വേണ്ടി വരും. അതൊരു തൊഴില് എന്നുള്ള രീതിയിലേക്ക് മാത്രമായിട്ട് മാറില്ല. അപ്പൊ കല എന്ന് പറയുന്ന സാധനം ഇതൊക്കെ ആയിട്ട് എന്തൊക്കെ ശരിക്കും കണക്ഷൻ ഉള്ളത്? ഇത് കലയായിരുന്നില്ല, കലയാണെന്ന് ഇപ്പോഴും നമ്മൾ പറയുന്നതാ. അങ്ങനെയുണ്ടല്ലേ? ഇത് ശരിക്കും ഒരു കുലത്തൊഴിലാണത്. അത് ശരി. വാദ്യ വിഷയം എന്ന് പറയുന്നത് ഒരു കുലത്തൊഴിലാണ്. എല്ലാ കുലങ്ങൾക്കും ഈ തൊഴിൽ അന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ സമുദായങ്ങൾക്കും ഇത് കൊടുത്തിട്ടുണ്ട്. ഈ കുലത്തൊഴിൽ ചെയ്യുന്നത് ഒരു അമ്പലവാസി സമുദായക്കാരും മാത്രമല്ല, അമ്പലവാസികളായിട്ടുള്ള ഒരു വിഭാഗക്കാര് മാത്രല്ല ഈ ചെണ്ട, തിമല തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അമ്പലവാസി മാത്രമല്ല അല്ല, അതിന് പുറമെയുള്ള താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇതിനെ കുലത്തൊഴിലാക്കിയിട്ടുള്ളവർ പഴയ കാലത്തുണ്ട്. ക്ഷേത്രങ്ങളും വ്യത്യാസം ഉണ്ടായിരുന്നു. അല്ല, ഒരേ ക്ഷേത്രത്തിലേക്ക് തന്നെ അവർക്ക് അതിനുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗം നമുക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രങ്ങളില് ക്ഷേത്രത്തിൽ ഇപ്പൊ ഞങ്ങളുടെ ഈ കൊച്ചനാങ്ങോര അമ്പലം എടുത്താൽ ക്ഷേത്രത്തിനകത്ത് പൂജ കൊട്ടിനുള്ള അവകാശം മാരാർ സമുദായത്തിനാണ്. ഈ അരിവന്നൂര് നാരായണമാരാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കായിരുന്നു പൂജ കൊട്ടിനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇപ്പോ അവിടുത്തെ പുതിയ തന്ത്രി വന്നപ്പോ തന്ത്രിക്ക് താല്പര്യമുള്ള ഒരു കുടുംബത്തിനെ തന്ത്രി കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അരിവന്നൂർക്കാരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ അരിവന്നൂര് മാരാത്താരും ബാക്കി അവശേഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ തന്ത്രി അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ചില ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് അകത്തെ പൂജ കൊട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്. നേരെ മറിച്ച് കൊച്ചനാങ്ങോര അമ്പലത്തിൽ തന്നെ പാന, പറ തുടങ്ങിയിട്ടുള്ള അടിയന്തര വിഷയങ്ങൾ തന്നെയാണ് അത്. പാന നടത്താൻ അല്ലെങ്കിൽ പറകൾ നടത്താൻ ഇതിനൊക്കെ ഒരു നായർ സമുദായക്കാർക്കാണ് അവകാശം. അത് അവകാശികൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പൊ അവകാശികളല്ല, ഇപ്പൊ വിളിച്ചു കൂട്ടുന്നതാണ്. അപ്പോ അത് നായന്മാർക്ക് അവിടെ ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ മണ്ണാമ്പറ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു. പെരുവണ്ണൻ സമുദായക്കാർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഒരു അവകാശം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവര് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഓരോ വീടുകളിലും നടന്ന് ചെന്നിട്ട് ഈ പൂരക്കാരൻ വന്നു കഴിഞ്ഞാൽ മണി അടിച്ചിട്ട് തോറ്റം പാടിയിട്ട് പറയെടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് നിലവിലുണ്ടായിരുന്നു. ഈ പരസ്പരം പണ്ട് കാലത്ത് കൊടുക്കൽ വാങ്ങൽ എന്നുള്ള സംഭവമല്ലോ, അതുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതല്ലേ. കാരണം നമുക്ക് ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വകുപ്പുകൾ ഉണ്ടാക്കുന്നതല്ലേ അതൊക്കെ. അത് മാത്രമല്ല, അന്ന് ഇവർക്കൊക്കെ അതിനുള്ള സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം പറയാം. കണ്ണൂർ ഭാഗത്ത് നടക്കുന്ന തെയ്യം, അത് ഈ പെരുവണ്ണ സമുദായക്കാരാണ് തെയ്യം കെട്ടുക. അവര് എന്താ പറയാ, മറ്റേ കോഴിയാട് തുടങ്ങിയിട്ടുള്ള ജീവികളെ പച്ചയ്ക്ക് കടിച്ചു കൊന്നു തിന്നുന്ന ചില സമ്പ്രദായങ്ങളൊക്കെ അവരുടെ ചില ആചാരങ്ങളിലുണ്ട്. ഇത് നടത്തുന്നത് നമ്പൂരി ഇല്ലങ്ങളുടെ മുറ്റത്തും കൂടിയാണ്. ഇല്ലങ്ങളിൽ തെയ്യം നടത്തുന്ന ഇല്ലങ്ങളുണ്ട് അവിടെ മത്സ്യവും മാംസവും കഴിക്കാത്ത നമ്പൂരി അയാള് അതിനെ ആ കർമ്മം അത് അകൃത കർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയില്ല, അതിനെ സ്വീകരിക്കുകയും ചെയ്തത്. ഇതായിരുന്നു പഴയ നമ്മുടെ സംസ്കാരം. ഓരോ പ്രവൃത്തിക്കും ഓരോ കുടുംബങ്ങളെ നിശ്ചയിക്കുകയും ആ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനപ്പേര് നൽകുകയാണെന്ന് ചെയ്തത്. ആധുനിക കാലഘട്ടത്തിലും
ഇത്രയും ശാസ്ത്രം വളർന്നിട്ടും ടെക്നോളജി വളർന്നിട്ടും മനുഷ്യന്റെ ചിന്താഗതി എല്ലാം വളർന്നിട്ടും ഈ സാധനം മാത്രം അത് നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കൂലോ, കാരണം എനിക്ക് ആവശ്യം എന്റെ ആധിപത്യമാണ്. അപ്പൊ എനിക്ക് പ്രമോദിനെ ജയിക്കണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് പ്രമോദ് വേറൊരു ജാതിക്കാരനാണെന്നുണ്ട് വെച്ചാൽ ഞാൻ അതാ പറയാ. പ്രമോദിനെ എനിക്ക് പ്രവൃത്തി കൊണ്ട് ഇപ്പൊ ഞാനും പ്രമോദും ചെണ്ട കൊട്ടുന്ന ആൾക്കാരാണ്. പ്രമോദിനെ ചെണ്ട കൊട്ടിയിട്ട് എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ പിന്നെ ഞാൻ പ്രമോദിനെ ഏത് പേരുകൊണ്ട് തോൽപ്പിക്കാം, അതാണ് ഞാൻ ഉപയോഗിക്കുക. അത് മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഗുരുവായൂർ അമ്പലത്തില് ഈ ജാതി സമ്പ്രദായങ്ങളുടെ ആധിപത്യങ്ങളൊക്കെ ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിന്റെ ശോഭാനത്ത് അന്ന് പാടില്ലാത്ത സമുദായക്കാർക്ക് അവസരം കിട്ടിയിട്ട് പോലും ഉത്സവമേളത്തിലോ അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിലോ വിളക്കിനോ ഈ അമ്പലവാസി അല്ലാതെ വേറൊരാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുള്ളത് ഈ സമുദായത്തിന്റെ ആധിപത്യം തന്നെയാണ്. ആ ആധിപത്യം സമുദായത്തിന്റെ അല്ല, ഗുരുവായൂരിനോട് അനുബന്ധിച്ച് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആധിപത്യമാണ്. പേഴ്സണലി ആയിട്ട് ഇത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ധാരാളം ഉണ്ടായിട്ട് ചില സ്ഥലത്ത് നിന്ന് മടങ്ങി പോന്നിട്ടുണ്ട്. ഈ ഇത്തരം ചെറുപ്പകാലങ്ങളിൽ ഇപ്പോഴും അങ്ങനത്തെ സംഭവം പോവില്ല. ഇല്ല, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ട് തോന്നുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഷെയർ ചെയ്യാൻ പറ്റും? പേരുകളൊന്നും പറയാതെ ആർക്കൊരു വേദനയില്ലാത്ത രീതിയിൽ. ഞാൻ ഈ കൊപ്പം വളാഞ്ചേരി ഭാഗത്ത് ഞാൻ കൊട്ടുപടിഞ്ഞ് ഇറങ്ങിയിട്ട് 1-2 കൊല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഗുരുവായൂര് ശിവരാമൻ നായരുടെ കൂടെ കൊട്ടാൻ പോണ കാലം. ഇന്ന് അദ്ദേഹം ഇല്ല. അന്ന് ഗുരുവായൂർ കലാനിലയത്തില് അന്ന് പഠിച്ചിരുന്ന ഒരു തിമില കലാകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഏർപ്പാടില്ല, അയാളായിരുന്നു അവിടുത്തെ ഒരു കരാർ എടുത്തിട്ട് ഈ വളാഞ്ചേരി ഭാഗത്താണെന്നാണ് എന്റെ ഓർമ്മ. ഒരു നാഗങ്ങളുടെ ഒരു നമ്പൂരി ഇല്ലത്തുള്ള ഒരു ക്ഷേത്രമാണ്, നാഗക്ഷേത്രമാണ്. അവിടേക്ക് കൊട്ടാൻ പോയി. അവിടെ ഒരു 5 തിമില പഞ്ചവാദ്യം വേണം, 5 ചെണ്ട കൊട്ടുന്ന ഒരു മേളം വേണം. ഇത്രയേ ഉള്ളൂ. അവിടെ സന്ധ്യയ്ക്ക് ഒരു ദായമ്പകേടി ചടങ്ങുകളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ഞങ്ങൾ ഇവിടുന്ന് പരിപാടി ഏറ്റു പോകുമ്പോ ഞങ്ങള് ഏത് സമുദായക്കാരാണെന്നൊന്നും ആരും ചോദിച്ചിട്ടുമില്ല. ഈ പരിപാടിയുടെ കരാറ് ഏറ്റെടുത്ത ആള് അമ്പലവാസി ആയിരുന്നില്ല. അമ്പലവാസി സമുദായക്കാരനല്ല പരിപാടി കരാറ് ഏറ്റെടുത്തത്. ആ ഇല്ലം തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഒരമ്മയാണ് അവിടുത്തെ പൂജാരി. അവിടെ പരിപാടിക്ക് ചെന്ന സമയത്ത് അവിടെ ആ ഭാഗത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലവാസി സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെയാണ് അവിടുത്തെ അടിയന്തരം, ക്ഷേത്ര അടിയന്തരം, പൂജകൊട്ടിന്റെ അടിയന്തരം ഉണ്ടായിരുന്നു. അവര് കാലത്ത് പൂജകൊട്ടിന് ഉച്ചപൂജയ്ക്ക് പൂജകൊട്ടിന് വന്നപ്പോഴാണ് ഞങ്ങളൊക്കെയാണ് അവിടെ കൊട്ടാൻ ചെന്നിട്ടുള്ളതെന്ന് മനസ്സിലായത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് ഇവര് ഒക്കെ ഇവരൊന്നും അമ്പലവാസികളല്ല, വാദ്യം ക്ഷേത്രത്തിനകത്ത് കൊട്ടാൻ അവകാശമുള്ളവരല്ല ഇവര്. അതുകൊണ്ട് ഇവര് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പൂജകൊട്ട് നടത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് 2-3 ആൾക്കാരുണ്ടായിരുന്നു. അവരങ്ങനെ പൂജകൊട്ടിന് തയ്യാറാവാതെ പുറത്ത് മാറി നിന്നു. മാറി നിന്നപ്പോ ആ അമ്മ ആ ക്ഷേത്രം നടത്തുന്ന അന്തർജനം നമ്മുടെ മേളം കരാറെടുത്ത ആളെ വിളിച്ചിട്ട് ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഞങ്ങളുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നതില് തിമിലയില് 2-3 തിമിലക്കാര്, അതുപോലെ ഒരു ഇടയ്ക്ക കൊട്ടാൻ പറ്റിയ ഒരാള്, 2 ചെണ്ടക്കാര്, ഇത്രയും പേര് അമ്പലവാസി സമുദായക്കാരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് ആ പരിപാടി, ആ ക്ഷേത്രത്തിലത്തെ ഉത്സവം നടത്തി കൊടുക്കേണ്ടി വന്നു. ഞങ്ങളൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് പ്രവർത്തിക്കാൻ സാധിക്കാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം അങ്ങനെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ മുമ്പത്തെ തലമുറയ്ക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതെ, ഇത്തരം വിഷയങ്ങള്, ഇങ്ങനെ ഒരു സംഭവങ്ങൾ ജാതി തിരിച്ചിട്ട് ഈ തൊഴിലിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് വാദ്യക്കാരുടെ ഇടയിൽ എല്ലാവർക്കും അറിയാമെങ്കിലും പുറമെയുള്ള ആളുകള് ഇത് ഇങ്ങനെ ഒരു സംഭവം പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്ത അനേകം ആളുകളുണ്ട്. എന്റെ പല സുഹൃത്തുക്കള് യോഗ ടീച്ചേഴ്സ്. അപ്പൊ ഇത് അവർക്കൊക്കെ ഭയങ്കര അതിശയായിരിക്കും. ജാതി തിരിച്ച് ഇങ്ങനെ ചില വാദ്യങ്ങൾക്ക് ചില ജാതിക്കാർക്ക് കൊട്ടാൻ പാടില്ല,
പ്രത്യേകിച്ച് നായന്മാർക്ക് പോലും കൊട്ടാൻ പാടില്ല. നായരാണെന്ന് അവരൊക്കെ പറയണത് നായരൊക്കെ വലിയ വലിയ ഉയർന്ന ജാതിയാണെന്നൊക്കെ പറയണത്. പക്ഷെ നായന്മാർക്ക് പോലും ഇപ്പൊ ഈ എടയ്ക്ക അല്ലെങ്കിൽ ഈ ചെണ്ട അതുപോലെ നമ്മുടെ തിമില ഇത് മൂന്നൊന്നും കൊട്ടാൻ പറ്റില്ല. ബാക്കിയുള്ളത് ആവാം. അത് വളരെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വളരെ മോശമായിട്ടൊരു സംഭവമല്ല അത്. എന്നോ എടുത്തു കളയേണ്ട ഒരു സംഭവം ശരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. ഈ ജാതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉപകരണമാണെന്ന്. മദ്ദളം കൊമ്പും എലത്താളം ആവാന്ന് പറയുമ്പോ അതൊക്കെ അത് പണ്ട് മുതലേ മറ്റു സമുദായക്കാരുടെ കയ്യിലുണ്ട്. അവര് പറയുന്നുണ്ട് മറ്റ് അവരുടേതല്ലാത്ത ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലെ മദ്ദളം കൊട്ടാവുന്ന അല്ലെങ്കിൽ കുറുങ്കുഴൽ ഊതാവുന്ന ഒരു നായർ സമുദായക്കാരൻ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഒരു നായര് ചെണ്ട കൊട്ടാൻ വന്ന സമ്മതിക്കാത്ത ആളുണ്ട്. അവിടെ ജാതി അല്ലാന്ന്. നായർക്ക് തന്നെ നായര് മറ്റത് ചെയ്യണത് ഇഷ്ടമല്ല. അവിടെ ജാതിയല്ല. അവിടെയുള്ള ചില മാനസിക വികാരങ്ങളാണ്. ആ മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനൊരു ഒരു 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 ഉപകരണമായിട്ട് ജാതി വരികയാണ്. ഇതൊന്നും അറിയാതെയല്ലേ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ എന്നെ സമയത്തോളം ഞാൻ പറയാം. ഞാൻ ഒരു സമയത്ത് ഗുരുവായൂർ അമ്പലത്തില് തായമ്പ കൊട്ടാൻ വേണ്ടിയിട്ട് അവസരം വേണമെന്ന് പറഞ്ഞിട്ട് മെമ്മോറാണ്ടം കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് ഒപ്പുശേഖരണം നടത്തുക, അതിനു വേണ്ടി സംഘടന രൂപീകരിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അത് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മുന്നോട്ട് വയ്ക്കുന്ന എന്റെ മാത്രം ആവശ്യമാണ്. കൂടെ നിൽക്കുന്നവരൊക്കെ ബാബു ചെയ്തോട്ടെ, നമുക്ക് അതിന്റെ ഫലം പറ്റാൻ മാത്രം നിന്നാ മതി കൂടെ. അത് പണ്ടുള്ള ആൾക്കാര് എന്തോ എന്താണ് ആരോ തണ്ടിച്ചിട്ട് വേറൊരാൾ തിന്നാന്നൊരു ഇത് പറയാറുണ്ടല്ലോ. ഞാൻ സമുദായ പേര് പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ബാക്കിയുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ ഭാഗത്തുള്ളത്. അത് നമ്പൂരി ആയാലും ശരി, നായരായാലും ശരി, മാരാരായാലും ശരി, ഏത് സമുദായക്കാരനായാലും ഓരോ മനുഷ്യന്റെയും അകത്ത് ഇരിക്കുന്ന വികാരം ഇതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇത് എന്റെ ആവശ്യമാണോ എന്ന് ചോദിക്കാൻ കാരണം, ഞാൻ കൊട്ടാൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10-30 കൊല്ലത്തോളം ആയതിനു ശേഷമാണ് ഇതിനൊന്ന് ഞാൻ പുറപ്പെടുന്നത്. അത്യാവശ്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരിങ്ങപ്പുറം ബാബു എന്ന് പറഞ്ഞാൽ കേട്ടാൽ അത് ഇന്നാളാണ്, അല്ലെങ്കിൽ എന്റെ ഒരു ഫോട്ടോ കണ്ടാൽ ആൾക്കാർ അത് ഇന്ന് ഇരിങ്ങപ്പുറം ബാബു ആണെന്ന് പറയണ ഒരു കാലഘട്ടം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ അറിയപ്പെട്ടത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൂട്ടിയിട്ടല്ല. എനിക്ക് പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കൂട്ടിയിട്ട് എന്താ വേറെ നേടാനുള്ളത്? എന്റെ കൂടെ നിൽക്കാൻ വരുന്ന ആൾക്കാർക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യണം? ഞാൻ ഇതിൽ വല്ലാതെ ഒന്നും മോഹിക്കുന്ന ഒരാളല്ല. എന്നാലും ഈ ഒരു അമ്പലവാസി അല്ലാതെ ആയിട്ട് പോലും ഈ വിദ്യയിൽ ഇത്രയും ഒരു പാണ്ഡിത്യം നേടാൻ കഴിഞ്ഞു പറയുന്നത് അതിനെ അംഗീകരിക്കാൻ വിഷമല്ലല്ലോ. അതിനെ അംഗീകരിക്കാൻ വിഷമില്ല. അവിടെ കൂടെ പ്രവർത്തിക്കാൻ ചെല്ലാതിരിക്കേ വേണ്ടു. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കതിന് വ്യക്തമായിട്ട് അറിയാം. അബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർക്ക് പൂജാതി കർമ്മങ്ങളെ പഠിപ്പിക്കാൻ വിഷമുണ്ടായില്ല. അത് ചെയ്യാൻ ചെല്ലുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അവരത് പഠിച്ചിട്ട് അവരുടെ വീട്ടിൽ ചെയ്തോട്ടെ, ഇങ്ങോട്ട് വരാതിരിക്കാൻ. മറിച്ച് അബ്രാഹ്മണർ ചെയ്തിരുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്ന പല ക്ഷേത്രങ്ങളും തിരിച്ച് ഇങ്ങോട്ട് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി അത്? ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ഈ പരിസരത്ത് തന്നെ ചില ക്ഷേത്രങ്ങളുണ്ട്. അബ്രാഹ്മണരുടെ കുടുംബക്ഷേത്രങ്ങളായിരുന്ന ചില ക്ഷേത്രങ്ങള് പ്രശസ്തമായിട്ടുള്ള തന്ത്രി കുടുംബങ്ങളുടെ തന്ത്രത്തിന്റെ കീഴിലായിട്ട് ഇപ്പൊ കാണാനുണ്ട്. അവിടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം. അത് മാത്രമേ ഇതിന്റെ ഒക്കെ പിന്നിലുള്ളൂ. ഇതിൽ ബ്രാഹ്മണനും ഇല്ല, നമ്പൂരി ഇല്ല, നായരും ഇല്ല, ക്ഷത്രിയനും ഇല്ല, ഒരു സമുദായവും ഇതിന്റെ പിന്നിലില്ല. പുതിയ തലമുറയിൽ വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനായിരിക്കാൻ മാത്രം മോഹിക്കുക. നമ്മുടെ മുമ്പില്, ഇന്നത്തെ തലമുറയുടെ മുമ്പില് കല്ലൂരാശാനുണ്ട്, മട്ടന്നൂരാശാനുണ്ട്,
പെരുമനം കുട്ടന്മാരാശാനുണ്ട്. അങ്ങനെ പ്രഗത്ഭരും പ്രശസ്തരും പ്രസക്തരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാര് നമ്മുടെ മുമ്പിലുണ്ട്. ഇവരെ എല്ലാം നമുക്ക് കാണാനും നോക്കി പഠിക്കാനും അവരാവാൻ ശ്രമിക്കാനും ഇത് മൂന്നും നമുക്ക് ചെയ്യാം. എനിക്ക് മട്ടന്നൂരിനോളം വളർച്ച വേണം, അത്രത്തോളം ഞാൻ വളരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കല്ലൂർ ആശാൻ കൊട്ടുന്ന പോലെ എനിക്ക് കൊട്ടാൻ സാധിക്കണം, അതിനു വേണ്ടിയിട്ട് എന്റെ പരിശ്രമം ഉണ്ടാവുക. ഇതൊക്കെ വേണം. മറിച്ച് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തില് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ചുറ്റുപാടുകള്, നമ്മുടെ സാഹചര്യങ്ങള് അവര് പഠിച്ചിരുന്നതോ അല്ലെങ്കിൽ അവര് വളർന്നതോ ആയിട്ടുള്ള സാഹചര്യം അല്ല. കല്ലൂരാശാൻ, ഞാൻ കല്ലൂരാശാന്റെ ശിഷ്യനാണ്. കല്ലൂരാശാൻ 8 വയസ്സില് സോപാനത്തെ അടയ്ക്ക പൊട്ടിയിരുന്ന ഒരു കഥ അദ്ദേഹം പറയലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് മാങ്കുറിശി അപ്പമാരാര്. അപ്പൊ മാങ്കുറിശി അപ്പമാരാരുടെ വീട്ടില് മാരാത്ത് നിന്നിട്ടാണ് ആശാൻ കൊട്ടു പഠിക്കുന്നത്. അപ്പൊ അമ്പലത്തിലത്തെ പൂജ കൊട്ട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ആശാനാണ്. അപ്പൊ അന്ന് ഇടയ്ക്കെടുത്ത് നിൽക്കാനുള്ള ഹൈറ്റ് ഇല്ല, ഉയരമില്ല ആശാന്. അപ്പൊ ഇടയ്ക്ക കൊട്ടുമ്പോ അതിന്റെ കുറ്റി ഇങ്ങനെ ഇളക്കിയിട്ടാണ് അതിന്റെ സ്വരസ്ഥാനം വരുത്തുക, ശബ്ദം മാറ്റുക. അപ്പൊ കുറ്റി ഇളക്കാൻ ഉള്ള വലിപ്പ ആൾക്കായിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാച്ചാൽ ഇടയ്ക്കയുടെ മുകളിൽ കൂടെ ചുറ്റുന്ന ചരട് താഴത്തേക്ക് ഇട്ടിട്ട് അതിന്റെ മുകളില് ഇടത്തെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിക്കും. അതുകൊണ്ട് ചവിട്ടി പിടിച്ച് അതിനെ ടൈറ്റ് ചെയ്യുകയും അതിന്റെ ഒപ്പം കുറ്റി ഇളക്കുകയും ചെയ്തിട്ടാണ് സ്വരസ്ഥാനങ്ങൾ വരുന്നത്. വയസ്സ് 8 ആണ്. ആ പ്രായത്തിൽ ഇന്ന് ആരെങ്കിലും കൊട്ടു പഠിക്കുന്നുണ്ടോ? അന്നത്തെ പട്ടിണിയാണ്. അത് ആശാൻ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ആശാൻ 8 വയസ്സില് അധ്വാനിച്ചു കൊണ്ടുവരേണ്ടത് മാരാത്തയ്ക്ക് ആവശ്യമായിരുന്നു. ഒരു ക്ഷേത്ര അടിയന്തരത്തിൽ നിന്ന് ഒരു പടം നേദ്യം മാത്രമേ കിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഉപജീവന മാർഗം, അത് മാത്രമേ ഉള്ളൂ. ഒരു തൊഴിൽ, അങ്ങനെ തൊഴിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ആളുകൾ ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അഥവാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സാമൂഹ്യ ജീവികൾ എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഏതെങ്കിലും മഹർഷിമാരുടെ ഗണത്തിലേക്ക് പെടുത്താവുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടായി വരണം. അതല്ലാണ്ട് സാമൂഹ്യ സാഹചര്യത്തില് ജീവിച്ചു പോകുന്ന ഒരു കുട്ടികളും അത്രത്തോളം പ്രാഗൽഭ്യത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവരോട് കൂടിയിട്ട് അവരുടെ കയ്യിലുള്ള തൊഴിലും അവസാനിക്കുകയാണ്. ഇല്ല. അത് സാധ്യതകൾ ഇനി നമുക്ക് അപ്രാപ്യമാണോ? അല്ല, അപ്രാപ്യല്ല. മറിച്ച് അതിന്റെ അപ്പുറത്തേക്കുള്ള ചില ഇപ്പൊ കമ്പ്യൂട്ടർ പോലെയുള്ള കുറെ പുതിയ ടെക്നോളജികള് സമൂഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഗുരുനാഥന്റെ അടുത്ത് 3 വർഷം സ്ഥിരമായിട്ട് അഭ്യസിക്കുകയും പഠിക്കുകയും ചെയ്ത് അതിനുശേഷം 10-15 വർഷത്തോളം, ഞാൻ മാത്രമല്ല എന്റെ കാലഘട്ടത്തിലുള്ള എന്റെ കൂടെ ഉണ്ടായിരുന്ന ചോലൂര് സുനിൽ പോലെയുള്ള ആൾക്കാരൊക്കെ അനവധി വർഷങ്ങൾ ഗുരുനാഥന്റെ കൂടെ നടന്നിട്ട് അദ്ദേഹത്തിന്റെ കൊട്ട് കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലാവുക്കാരും കുഞ്ഞുഷ്ണപ്പൂതോളൊക്കെ പോലെയുള്ള ആൾക്കാര് വന്നിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങള് ഇന്നത്തെ തലമുറ അവരുടെ വീട്ടിലിരുന്നിട്ട് മൊബൈൽ ഫോണില് ഈ ചൂണ്ടുവരലിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കുകയാണെന്ന്. അല്ല, അങ്ങനെ കൊട്ടാൻ ചെറുപ്പത്തിൽ പഠിക്കാതെ ഒരാൾക്ക് സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്. മുതലേ കൊണ്ട് നടക്കുമ്പോഴല്ലേ ഈ വിദ്യക്ക് അതിന്റെ ആ ഒരു പ്രാവീണ്യവും പക്വതയും ആ പ്രവൃത്തിക്ക് അത് അങ്ങനെ ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ മുഴുവൻ സമയം അവര് ഈ വാദ്യം മാത്രമാണല്ലോ. അതെ, ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെ ഒരു മുഴുവൻ സമയ ജോലിയായിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒരു 100 ആളെടുത്താൽ ഒരാള് ഇതിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചത് വരും. ഫിനാൻഷ്യലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഡള്ളായിട്ടുള്ള കലാകാരന്മാരെയാണ് കൂടുതൽ നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളത്. വളരെ അപൂർവം ആളുകളാണ് കുറച്ചൊരു അവർക്ക് അവസരങ്ങൾ ഇഷ്ടപ്രകാരമുണ്ട്, അവരൊരു ടോപ്പ് ലെവലിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിലേക്ക് വരുന്ന ഭൂരിഭാഗം ആളുകളും ദാരിദ്ര്യമാണ് കൂടുതൽ കാണുന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ആധിപത്യത്തിന്റെ ഭാഗമാണ്. ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാര് ചില 2-4 പേര് അല്ലെങ്കിൽ 5-10 പേരുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ പ്രവർത്തിക്കാവുന്നവരും അവരെക്കാൾ ഉപരിയായിട്ട് പ്രവർത്തിക്കാവുന്നവരായിട്ടുള്ള കലാകാരന്മാര് വേറെയുണ്ട്.
പക്ഷെ ഇവരുടെ സമൂഹത്തിലുള്ള സ്വാധീനത്തിന്റെയും ആ പ്രഭാവത്തിന്റെയും മുമ്പില് മറ്റവരെ വളർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതൊരാധിപത്യ. അത് ആ വ്യക്തികളുടെ ആധിപത്യമല്ല. തൊഴിലുണ്ടായിട്ടും അവരത് നിർത്തി ഗൾഫിലേക്കും അല്ലെങ്കിൽ അവിടെ പോകുന്ന അനേക ആളുകളുണ്ടല്ലോ. പക്ഷെ എന്താണ് സാമ്പത്തിക അവരെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരാൻ ആളില്ല. നല്ല കഷ്ടപ്പെട്ട് നന്നായി കൊട്ടണ ആളുകളൊക്കെ പല ആളുകളും ഇപ്പൊ ഇത് പോകുന്നുണ്ട്. അത് ഈ പ്രകൃതി നിയമാണെന്ന്. അതൊരു പ്രകൃതി നിയമാണ്. പിന്നെ ജോലി കിട്ടുകയാണ് വിചാരിക്കുക. ഇപ്പൊ ഈ വാദ്യം ഇങ്ങനെ പൂരപ്പറമ്പുകൾ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അങ്ങനെ കിട്ടുന്ന ഒരു തൊഴിലേ പ്ലസ് ഒരു സ്ഥലത്ത് ജോലി കിട്ടുമ്പോ അവന്റെ സാധ്യത കുറയല്ല ചെയ്യണത്. ജോലി കിട്ടുമ്പോ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാള് ഒരു നിശ്ചിത വിഷയത്തിൽ ഒതുക്കപ്പെടും. പഠിപ്പിക്കുക എന്നുള്ളൊരു സെക്ഷൻ ആയിരിക്കുമല്ലോ അവര് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് കാര്യമാണോ കൂടുതൽ ചെയ്യും തോറുമാണല്ലോ ഇതിന് മഹത്വം കൂടുന്നത്. അപ്പൊ ഒരു നല്ല സ്ഥലത്ത് ജോലി കിട്ടിയെന്നിരിക്കും നല്ലൊരു കലാകാരനെ, അവന്റെ ലൈഫ് അവിടെ അവസാനിക്കല്ലേ ചെയ്യുന്നത്. നമുക്കറിയാലോ സ്ഥാപനങ്ങളിൽ പല സ്ഥാപനങ്ങളിലെയും ഗുരുനാഥന്മാര്, നമ്മുടെ മുമ്പിലുള്ള ഗുരുനാഥന്മാര് തന്നെ അവരുടെ പ്രയോഗ വേദികളിൽ അവരുണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം തിളങ്ങുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. പക്ഷെ അവര് ജോലി കൊണ്ട് അവിടെ ഒതുക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് നല്ല കലാകാരന്മാര് പ്രശസ്തമായിട്ടുള്ള പല സ്ഥലത്ത് അധ്യാപകരായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട് വളരെ ചെറുപ്പത്തിലാണ്. അതിന്റെ ഒക്കെ കാരണം അവരുടെ പിന്നിലുള്ള ഭാരാണ്, കുടുംബഭാരം. അല്ലാതെ അവർക്കത് വേണ്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചങ്കൂറ്റം ഇല്ല അല്ലെ? കുടുംബഭാരം വേണ്ടാന്ന് കുടുംബഭാരല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ജോലി ഒരു നിശ്ചിത പൈസ ഏകദേശം 50,000 രൂപ ആണ് ചിലപ്പോൾ ഒരു മാസം കിട്ടുന്നുണ്ടാവുക. പക്ഷെ പുറമേക്ക് പോയിട്ട് ആ സാധ്യതകളുടെ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു സാധ്യതകൾ അനേകമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. സാമ്പത്തികവും കൂടുതൽ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്ര ചങ്കൂറ്റുള്ള അങ്ങനെയുള്ള തൊഴിലുള്ള ആളുകളില്ല അതുപോലെ. അങ്ങനെയുള്ള തൊഴിലില്ലായകല്ല. അവർക്കൊക്കെ ഒരു വിഷയം എന്താ പറയുക വെച്ചാൽ, നമുക്ക് എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ എന്റെ അമ്മയും അച്ഛനൊക്കെ വയ്യാതെ കളഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തില് ഇതിനെ പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. പഠിക്കാനായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം എന്താ വെച്ചാല്, ഞാൻ മെന്റലി വല്ലാതെ അങ്ങോട്ട് ഡിപ്രസ്ഡ് ആയി പോയില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ ആരോ ആയി മാറിയാനെ, ഒരു പക്ഷെ വേറൊരു രൂപത്തിലേക്ക് മാറിയാനെ. അന്നത്തെ ഒരു ശാരീരികവും മാനസികമായിട്ടുള്ള അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. അതില് എനിക്ക് ഈ താളസംബന്ധമായിട്ടുള്ള പഠനം എന്നെ സഹായിച്ചു. അപ്പൊ എന്നെ അതിലേക്ക് കൂടുതൽ എന്റെ മനസ്സിനെ ഏകീകരിച്ച് നിർത്താൻ എനിക്കത് ഉപകാരപ്പെട്ടു. നേരെ മറിച്ച് ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായ ഒരു കുറവ് എന്താ വെച്ചാൽ, പുറം ലോകത്തിന് എന്നെ അറിയാതെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരിങ്ങപ്പുറം ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരോ ഉള്ള ആൾക്കാർക്ക് എന്നെ അറിയുമായിരിക്കാം. വ്യക്തിപരമായിട്ട് പേരറിയാം, ആളെ അറിയാം. അവരെന്റെ കൊട്ട് കണ്ടിട്ടുണ്ടാവില്ല. പ്രയോഗവേദികളില് എന്നെ കാണാൻ ക്ഷാമം വന്നു, കാണാതെ അതറിയാം. അപ്പൊ എന്തുണ്ട് വെച്ചാൽ, തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഒരു തായമ്പക വേണമെന്ന് അല്ലെങ്കിൽ ഒരു മേളം വേണമെന്ന് പറഞ്ഞാൽ അയാള് കണ്ടു പരിചയമില്ലാത്ത ഇരിങ്ങപ്പുറം ബാബുവിനെ വിളിക്കുവോ അല്ലെങ്കിൽ കണ്ടു പരിചയമുള്ള മട്ടന്നൂരിനെ വിളിക്കുവോ? കണ്ടുപരിചയമുള്ളവരെ വിളിക്കുള്ളൂ. അങ്ങനെ വിളിക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും വേദികളിൽ നിന്ന് ഒതുക്കപ്പെട്ടു ഞാൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ശങ്കരേട്ടൻ മട്ടന്നൂരാശാനും കല്ലൂരാശാനും പെരുമനം കുട്ടന്മാരാർക്കും ഒക്കെയുള്ള ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യം അവർക്കുള്ള അവസരങ്ങളാണ്. നല്ല നല്ല വേദികൾ, ഏത് വേദികളിൽ ചെന്നാലും അവര് വേണം. അപ്പൊ അവരുടെ ബാക്കിയുള്ള അവര് പറയുന്ന പ്രതിഫലം എന്ത്, അല്ലെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട ബാക്കി സാഹചര്യം, അതൊന്നും അല്ല അവിടുത്തെ വിഷയം. അവരെയും അവരുടെ പ്രവൃത്തിയെയും സമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഇരിങ്ങപ്പുറം ബാബുവിന്റെ പ്രവൃത്തിയെയും സമൂഹത്തിന് അറിയില്ല. ഈ വ്യത്യാസമാണ് കലാകാരന്മാർ, എനിക്ക് മാത്രമല്ല ഞാൻ പറയണത്, എല്ലാ കലാകാരന്മാരുടെ ഇടയിലും വരുന്ന ഒരു അന്തരം ഇതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഒരു പക്ഷേ ശങ്കരേട്ടനോളം അല്ലെങ്കിൽ രാമകുട്ടിയാശാനോളം കഴിവുള്ള വ്യക്തി വേറെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രാവീണ്യത്തിനെ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അയാളെ ഇത്രത്തോളം പ്രശസ്തനാക്കാൻ സമൂഹത്തിൽ ആളില്ല. അപ്പൊ അയാളെ സമൂഹത്തിന് അറിയില്ല. അയാൾ സ്വാഭാവികമായിട്ടും തിരസ്കരിക്കപ്പെടും. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാള് വീണ്ടും ഉദിച്ചുയർന്നു വരാനും സാധ്യതയുണ്ട്. അതിന്റെ ഉദാഹരണമാണ് പല്ലവുകാര്. പല്ലവുകാർ ഒരു കാലഘട്ടത്തിൽ പല്ലവുകാരെ ആരും ഏൽപ്പിക്കാത്ത ഒരു സാഹചര്യം, അപ്പുമാരാരെയും കുഞ്ഞുട്ടന്മാരെയും ഒക്കെ
ഓ ശരി, പഴയ കാലത്ത് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവരൊന്നും ആരും ഏൽപ്പിച്ചിരുന്നില്ല പരിപാടികൾക്ക്. പിന്നെ അവരങ്ങോട്ട് ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് സമൂഹത്തിന് മനസ്സിലാവണം, ഇത് ഇത്രയും ഭയങ്കര ഒരു എന്താ പറയാ, അത്രയും മനോഹരമായിട്ടുള്ള കലകൾ കയ്യിലുള്ള വ്യക്തികളായിരുന്നു എന്നുള്ളത് സമൂഹത്തിന് ബോധ്യപ്പെടുന്നത് അവസാന കാലത്തിലാണ്. ഓ ശരി. ഈ പഠിപ്പിക്കാൻ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് സാധകം, പല പല സാധനങ്ങളൊക്കെ പഠിച്ചിട്ടാണല്ലോ വേദിയിൽ അവതരിപ്പിക്കുക. അത്തരം കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിക്കാൻ ആവശ്യമുണ്ടോ? പഠിപ്പിക്കാൻ വേണ്ട ഒരാളുടെ യോഗ്യത എന്താ? ഒരു ബേസിക് പഠിപ്പിക്കാൻ വേണ്ട യോഗ്യത ബേസിക് യോഗ്യത തന്നെയാണ്. അതായത് ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാം എന്ത്, എങ്ങനെ, എന്തിന്. 3 ചോദ്യങ്ങൾക്ക് മറുപടിയാണ് പഠിപ്പിക്കാറുള്ളത്. പ്രമോദിനെ ഞാൻ കൊട്ടു പഠിപ്പിക്കുമ്പോൾ പ്രമോദ് എന്ത് ചെയ്യണം, അതാണ് ഞാൻ ആദ്യം പഠിപ്പിക്കേണ്ടത്. പിന്നെ പഠിപ്പിക്കേണ്ടത് അത് എങ്ങനെ ചെയ്യണം, അതിന് കുറെ നിയമങ്ങളുണ്ട്. പിന്നെ പഠിപ്പിക്കേണ്ടത് അത് എന്തിന് ചെയ്യണം. അവിടെയാണ് നേരത്തെ പറഞ്ഞ പഞ്ചാരി മേളത്തിന് വളരെ മധുരതരമായിട്ട് മറ്റേ തൃശ്ശൂർ പൂരത്തിനോ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുള്ള പ്രഗത്ഭമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊട്ടുന്ന ആ പഞ്ചാരി മേളം പോലെ പഞ്ചാരി മേളം കൊട്ടണോ, അതോ കുന്നംകുളത്ത് പൂരപ്പറമ്പിൽ കൊട്ടുന്നത് പോലെ ഉള്ള ശിങ്കാരിക്ക് തുല്യമായിട്ടുള്ള പഞ്ചാരി മേളം കൊട്ടണോ? അല്ല, ഇത് സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഈ മനസ്സിലാക്കിയെടുക്കുന്നത് ഗുരുനാഥന്റെ കൂടെ നിന്നിട്ടാണല്ലോ. അവിടെ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാ, ഒരു കുട്ടീനെ തക്കിട്ടിയും തരക്കിട്ടും സാധകം ചെയ്യിപ്പിച്ചു, 4 കാലം സാധകം ചെയ്യാറായാൽ അരങ്ങേറ്റം കഴിച്ചു കൂടെ കൊണ്ടു നടക്കുന്നതിന് പകരം അരങ്ങേറ്റം കഴിച്ചു കഴിഞ്ഞാൽ ഇനി അയാൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അതെങ്ങനെയൊക്കെ ചെയ്യണം, ഇത് വ്യക്തമായിട്ട് പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിച്ചിട്ട് എന്റെ കൂടെ നിർത്തിയിട്ട് വളർത്തിയിട്ടുള്ള കുട്ടികളെ ആരെയും ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ, എനിക്ക് ബോധ്യപ്പെടണം അയാള് വേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ വേറൊരാളുടെ കൂടെ ഞാൻ കൊട്ടാൻ വിടാറില്ല. ഞാനില്ലാതെ ഒരാളുടെ കൂടെയും വിടാറില്ല. എന്റെ അടുത്തുനിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള എന്റെ ശിഷ്യന്മാരുടെ കൂടെ പോലും ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. എന്റെ കൺമുമ്പിലേ അവർക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ, എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ്. എങ്ങനെ ചെയ്യണം എന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ചെയ്തോട്ടെ, അയാൾക്ക് അറിയാലോ ഇത് ഇന്ന പോലെ പാടുള്ളൂ എന്ന്. പഞ്ചാരി മേളം കൊട്ടുമ്പോ ഇന്ന കാലം വന്നാൽ മേളം കലാശിക്കണം എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട ഒരാള് നാളെ പോയിട്ട് കുന്നംകുളം പൂരത്തിന് കൊട്ടട്ടെ. കുന്നംകുളം പൂരം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വരവ് പൂരങ്ങൾക്കാണ് ഈ പ്രവണതകളൊക്കെ കാണുക. വരവ് പൂരങ്ങളുടെ ഇത് കുന്നംകുളത്ത് മാത്രമുള്ളതല്ല, കുന്നംകുളമാണ് വരവ് പൂരങ്ങളിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സന്നിധി. അതാണ് അങ്ങനെ പറയാൻ കാരണം. ആ വരവ് പൂരങ്ങളിൽ കൊട്ടേണ്ടതൊക്കെ അയാൾക്ക് കൊട്ടാം, അതൊന്നും തെറ്റല്ല. അത് അവിടുത്തെ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അവരെ തൃപ്തിപ്പെടുത്തിയാലേ ഇയാളുടെ വയറ് നിറയുള്ളൂ, അവരുടെ വയറ് നിറയുള്ളൂ. അത് വേണം. കാരണം എല്ലാവരെയും തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കാൻ പറ്റുമോ? ഇവിടെ 10-30,000 വാദ്യകലാകാരന്മാരുണ്ട്, ഇവരൊക്കെ തൃശ്ശൂർ പൂരത്തിന് പൊട്ടിക്കൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ തൃശ്ശൂർ ജില്ലയില് ഉള്ളവരെ തന്നെ ഒരു 10% വരെ തൃശ്ശൂർ പൂരത്തിന് കൊട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഉപജീവനം നടക്കണ്ടേ, ജീവിക്കണ്ടേ. അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. പക്ഷെ ആ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യേണ്ടത് അങ്ങനെയല്ല, ഇന്ന രീതിയിലാണ് എന്ന് ബോധ്യത്തോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. ഈ ബോധ്യം ഉണ്ടാവണമെങ്കിൽ വ്യക്തമായിട്ടുള്ള പഠനം ആവശ്യമാണ്. അത് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് പഠിച്ചാൽ പോരാ. ആ രീതിയിലുള്ള ഒരു പഠനം ഇവിടെ നടക്കുന്നുണ്ടോ? ആ രീതിയിലുള്ള പഠനം അപൂർവം ചില ഗുരുനാഥന്മാരുടെ അടുത്തുണ്ട്. ഇവിടെ പഠിപ്പിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാര് എന്റെ കൂടെ നിന്നിപ്പോ വർഷക്കാലത്ത് വന്ന് സാധകം ചെയ്തു പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. എന്റെ ശിഷ്യന്മാരെ എന്ന് പറയുന്നവർ മുഴുവൻ ഇതുപോലുള്ള ക്വാളിറ്റി ഉള്ളവരാണോ ചോദിച്ചാൽ ആയിക്കൊള്ളുന്നില്ല. മുഴുവൻ മനസ്സിലാക്കിയവരായിക്കൊള്ളുന്നില്ല. എന്റെ കൂടെ നിന്നവര്, അതായത് എന്റെ കൂടെ എന്റെ വീട്ടില് നിന്ന് താമസിച്ച് എന്റെ കൂടെ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്ത് ജീവിച്ച് വളർന്നിട്ടുള്ള ആൾക്കാര്, 8-10 കൊല്ലം എന്റെ കൂടെ ജീവിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാര്, അവർക്ക് ബോധ്യമുണ്ട് ഇന്നത് പോലെയാണ് ചെയ്യേണ്ടത്. ഏകദേശം എത്ര പേര് പഠിപ്പിച്ചിട്ടുണ്ടാവും? ഞാൻ പഠിപ്പിച്ചത് 100 ചില്ലാനം പേരൊക്കെ ഉണ്ടാവും. അതിൽ വളരെ പ്രശസ്തര അല്ലെങ്കിൽ അങ്ങനെ
നമുക്ക് നമ്മുടെ ശിഷ്യനാണ് അങ്ങനെ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞാൻ പറയില്ല. ഇല്ല. അങ്ങനെ ഞാൻ പറയില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒരേപോലെ കാണുന്നു. എല്ലാവരും ശിഷ്യന്മാർ തന്നെയാണ്. അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശിഷ്യൻ എന്ന് പറയാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗ്രഹം പലതരത്തിലാണല്ലോ. എന്റെ ഒരു ശിഷ്യൻ വളരെ പ്രശസ്തനായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് എന്റെ ഒരു മോഹമാണ്. എന്റെ ശിഷ്യന്മാരൊക്കെ നല്ല പ്രശസ്തരായിട്ട് വരണം. അതിലത്തെ ഒരാള് പ്രശസ്തനായി വേറൊരാള് പ്രശസ്തനായില്ല. ഈ പ്രശസ്തനാവാത്ത ആളും അത്രയും പ്രശസ്തി നേടണം തന്നെയാണ് എന്റെ മോഹം. ഈ പ്രശസ്തിക്ക് പകരം ഒരാള് പ്രസക്തനായി വേറൊരാള് പ്രസക്തനായില്ല. പ്രസക്തി വേറെയാണ്, പ്രശസ്തി വേറെയാണ്. എല്ലാവരും ഒരുപോലെ പ്രസക്തരായിരിക്കണം തന്നെയാണ് എന്റെ മോഹം. അപ്പൊ നമ്മള് ഒരാളെ എടുത്ത് പറയാൻ പാടില്ല. അപ്പൊ ഈ കുട്ടികളെ അതുപോലെ പഠിപ്പിക്കുന്നവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സന്ദേശം എന്താ? പഠിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മള് വരുമാനത്തിന് വേണ്ടി പഠിപ്പിക്കരുത്. അധ്യയനം എന്ന് പറയുന്നത് വരുന്ന തലമുറയ്ക്ക് നമ്മുടെ തലമുറയിലുള്ള വിദ്യകളെ പകർന്നു കൊടുക്കലാണ്. ഇത് ഗുരുപരമ്പരയാണ്. മുമ്പത്തെ ഗുരുക്കന്മാര് ചെയ്തു വെച്ചതാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവരുടെ ഗുരുനാഥന്മാര് പഠിപ്പിച്ചതല്ല. എന്റെ ആശാൻ എന്നെ ഒരു 10-25 കൊല്ലം മുമ്പ് വരെ ആശാൻ എന്തെല്ലാം ആർജിച്ചു, അത് ആശാന്റെ കല്ലൂർ ആശാൻ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് കല്ലൂർ ആശാന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലത്തെ സഞ്ചാരം കഴിഞ്ഞിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രയും ആ ആശാൻ പഠിപ്പിച്ചതിന് പുറമെ അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ ഉണ്ടായിട്ട് ഉള്ള ആ ആർജിച്ച അറിവും കൂടെ ഉൾപ്പെടുത്തിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ ആശാൻ പറഞ്ഞു തന്നിടത്തുനിന്നാ ഞാൻ തുടങ്ങുള്ളൂ. ആശാൻ തുടങ്ങിയോടത്തുനിന്ന് എനിക്ക് തുടങ്ങണ്ട. ഞാൻ എന്റെ ആശാൻ പറഞ്ഞു തന്നിടത്തുനിന്നാണ് ഞാൻ തുടങ്ങുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ അതിനെ വർദ്ധിപ്പിക്കുക എന്റെ ജോലി. അപ്പൊ എന്റെ അടുത്ത് ഇന്ന് വരുന്നൊരു കുട്ടി എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന കാര്യങ്ങളും അതിൽ നിന്ന് ഞാനായിട്ട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. സംശയമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ കാണുന്നത്. വളർന്നുണ്ടല്ലോ, കല വളർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ പല കലാകാരന്മാരും ഇവിടെ ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യലി ആണ്, പ്ലസ് ലഹരി സാധനങ്ങളുടെ ഒരു സെക്ഷനും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരുപാട് ആളുകളും നശിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടേ. അത് കലയുടെ വളർച്ചയും വ്യക്തിയുടെ വളർച്ചയും രണ്ടിനുണ്ടല്ലേ. കല നന്നായിട്ട് നല്ല തൊഴിലുള്ള അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കലയുടെ വളർച്ചയെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോഴും യൂട്യൂബിൽ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്ന പല്ലാവൂർ അപ്പുമാരുടെ തായമ്പ കലാശിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഒരു കോലുകൊണ്ട് താളം പിടിച്ചിട്ടാണ് പല്ലാവൂർ അപ്പുമാരാർ അവിടെ തായമ്പ കലാശിക്കുന്നത്. തായമ്പയുടെ അവസാനത്തില് കലാശിക്കുന്ന സമയത്ത് ഒരു കോലുകൊണ്ടാണ് താളം പിടിക്കുന്നത്. ചുരുങ്ങിയത് ഒരു 3-4 മിനിറ്റാണ് ആ ഒരൊറ്റ കൂട്ടിയടി അദ്ദേഹം കൂട്ടിയടിക്കുന്നത്. അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് കൂട്ടിയടിച്ച് ഇപ്പുറത്തേക്ക് തിരിയുമ്പോ അപ്പുമാരാരെ ഇങ്ങോട്ട് വിരിയ അതിന്റെ ഇരട്ടി ഊർജത്തോട് കൂടിയിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കൂട്ടിയടിക്കുന്നത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഒരേ കൂട്ടിയടീനെ കൊട്ടി അങ്ങോട്ട് കൂർപ്പിച്ച് ഇനി അതിനെ വളർത്താനില്ല എന്നുള്ള ഒരു പരിസ്ഥിതിക്ക് അങ്ങോട്ട് എത്തിച്ചിട്ടാണ് അദ്ദേഹം കോല് പൊക്കണത്. അപ്പൊ നമുക്ക് തന്നെ ബോധ്യമാവണു അപ്പുമാരാര് തന്നെ ഒരു അജാന ബാഹുവായിട്ട് വളർന്നിങ്ങനെ നിൽക്കുക നമ്മുടെ മുമ്പില്. അദ്ദേഹം പറഞ്ഞ ഒരു ഭാഷയിൽ കൂടി തന്നെ പറയാണ് വെച്ചാൽ, അദ്ദേഹം ഈ തായമ്പകയുടെ മനോധർമ്മങ്ങളുടെ പ്രയോഗത്തിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു സാധനം നമ്മൾ കൊട്ടുമ്പോ 1 സെക്കൻഡിന്റെ ഉള്ളില് ചെയ്യുന്ന ഒരു സംഗതി 2 സെക്കൻഡിൽ ചെയ്യേണ്ട ഒരു സാധനത്തിനെ 1 സെക്കൻഡിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. അതിന്റെ ഇരട്ടി സ്പീഡ് എടുക്കുക, അതായത് ഇരട്ടി കാലം കൊട്ടുക. ഈ ഇരട്ടി കാലം കൊട്ടുമ്പോ നമ്മുടെ അകത്ത് മനസ്സിന്റെ ഉള്ളിലെ ഇതിന് അത്രയും ഇരട്ടി കാലം ഉൾക്കൊള്ളാനുള്ള വലിപ്പം നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ട്. ആ മനസ്സിന്റെ അകത്തുള്ള വലിപ്പത്തിലേക്കാണ് നമ്മൾ ഇതിനെ കൊട്ടി നിറയ്ക്കണം.
അത് നമ്മുടെ അർപ്പണം കൊണ്ട്, നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ടാണ് ആ സാധനം എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൂട്ടടി നമുക്കൊരു വലിയൊരു ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ തായമ്പക കലാശിക്കുമ്പോ ശ്രദ്ധിച്ചോളൂ, അത് കണ്ടിട്ട് ഇതും കൂടി ശ്രദ്ധിച്ചാൽ ഇന്ന ആളൊന്നും എടുത്ത് പറയാനില്ല. ആരുടെ തായമ്പക എടുത്ത് നോക്കിയാലും അന്നത്തെ ഒരു തായമ്പകയും ഇന്നത്തെ ഒരു തായമ്പകയും തമ്മിലുള്ള വ്യത്യാസം ഗജാന്തര വ്യത്യാസമുണ്ട്. അന്നത്തെ സൗന്ദര്യം ആസ്വദിച്ചവർക്ക് അത് തന്നെയാണ് വലുത്. അത് ആസ്വദിക്കാത്തവർക്ക് ഇന്നത്തെ വളർച്ച അത് വളർച്ചയാണ്. അപ്പോ പഴയതിൽ നിന്ന് ഒരുപാട് വളർന്നിട്ടുണ്ട്. ആ വളർച്ചയില് അപ്പന്മാര് കൊട്ടുന്നത് കേൾക്കൂലോ. ഇപ്പൊ എന്ന് പറയുന്നത് താളം പിടിക്കുന്നവരെ മാത്രമേ കേൾക്കുന്നുള്ളൂ. അല്ല, അത് ഞാൻ പറഞ്ഞ വളർച്ചയാണ്, കാലഘട്ടത്തിന്റെ വളർച്ചയാണ്. ഇതിൽ ഏതിനെ സ്വീകരിക്കണം നമ്മളത് നിശ്ചയിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുള്ളൂ എന്ന് നിർബന്ധമായിട്ട് ശടിക്കുന്ന ഒരാളാണ്. ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്യില്ല എന്നല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ മുമ്പിലുള്ള ഓഡിയൻസിന് എന്താണോ ആവശ്യം അത് പ്രകടിപ്പിക്കുക, അത് വിളമ്പി കൊടുക്കലാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്റെ ഉത്തരവാദിത്തം. അത് ഞാൻ ചെയ്യും. മറിച്ച് ഒരു താള ഘടനേനെ എന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഇന്നതുപോലെ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അതാണ് ഒരു തായമ്പകയുടെ നിയമം. ഒരു തായമ്പകയുടെ ബേസിക് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന തായമ്പകയുടെ ബേസിക് അല്ല. അരങ്ങേറ്റ തായമ്പക അത് ബേസിക് ആണ്, വെറും മിഥ്യയാണ് ആ ഒരു കൺസെപ്റ്റ്. അങ്ങനെ പറയുന്നതേ തെറ്റാ. ബേസിക് എന്ന് പറയുന്ന നിസാരമായിട്ടുള്ള ചില ഇരട്ടിപ്പുകളെ മാത്രമേ അതിൽ ബേസിക് ഉള്ളൂ. പിന്നെ അതിലെ എങ്ങനെ ചെയ്യണം, പഴയ കാലത്തെ എണ്ണങ്ങളാണ് ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ എണ്ണങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു, മനോധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ വന്നു. ഇതിനൊക്കെ പ്രായോക്താവിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പ്രായോക്താവിന്റെ സ്വാതന്ത്ര്യത്തിനെ ബേസിക് ആയിട്ട് സങ്കല്പിക്കുകയും താളത്തിന്റെ ഇരട്ടിപ്പുകളെ മനസ്സിലാക്കാതെ പോവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതിനെ വ്യക്തമായിട്ട് ശിഷ്യന്മാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗുരുനാഥന്റെ ചുമതല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ശിഷ്യന്റെ ചുമതല എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഗുരുനാഥനിൽ നിന്ന് എന്ത് കിട്ടിയോ അതിനെ അവന്റെ ജീവിത കാലഘട്ടം കൊണ്ട് എത്രത്തോളം തേച്ച് മിനുക്കി പളുങ്ക് പോലെ മിനുസപ്പെടുത്തി കൊണ്ടു നടക്കാൻ പറ്റുമോ അത് കൊണ്ടു നടന്ന് അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിക്കുക. ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഈ കലയിൽ മാത്രമല്ല ഏത് വിഷയത്തിലാണെന്ന് വെച്ചാലും ഒരു മനുഷ്യന്റെ ധർമ്മമാണ്. ഇതിന്റെ ഇടയിൽ വരുമാനം ഉണ്ടാവും, വരുമാനം കുറയും, പ്രതിഫലം ഇല്ലാണ്ട് കൊട്ടേണ്ടി വരും, പ്രതിഫലം ധാരാളം വാങ്ങിയിട്ട് കൊട്ടേണ്ടി വരും. രണ്ടും നമുക്ക് അവസരം കിട്ടും. അമേരിക്കയിൽ പോയിട്ട് കൊട്ടാം, ഗൾഫിൽ പോയിട്ട് കൊട്ടാം, ഇരിങ്ങപ്പുറത്തും കൊട്ടാം. പക്ഷെ അമേരിക്കയിൽ കൊട്ടണ കൊട്ടും ഇരിങ്ങപ്പുറത്ത് കൊട്ടണ കൊട്ടും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പൈസയിൽ വ്യത്യാസം. അതെ, സദസ്സും അതെ, ആ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ കൂടുതൽ വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. പ്രമോദ് കൃഷ്ണ ഗുരുവായൂരിന്റെ ചാനലിലേക്ക് ഇങ്ങനെ കലാവിഷയങ്ങളുമായിട്ട് കുറച്ചു നേരം സംവദിക്കാനുള്ള ഒരവസരം തന്ന പ്രമോദ് കൃഷ്ണയ്ക്കും ഈ ചാനലിന്റെ മറ്റു ഭാരവാഹികൾക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് തുറന്ന് എന്നോട് സംവദിക്കണം എന്നുള്ളത് ഇതിന്റെ ശ്രോതാക്കളോടും കൂടി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.